ചാപ്റ്റർ ആണ് എടുക്കാൻ പോകുന്നത് ബയോളജിയിലെ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ലൈഫ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ക്ലാസിഫിക്കേഷൻ. ഇത് ബയോളജി നിങ്ങൾ ഫസ്റ്റ് ക്ലാസ് അല്ലേ? വേറെ ആരും മുന്നേ എടുത്തിട്ടൊന്നുമില്ലല്ലോ? ഇല്ല, ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ലൈഫ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ക്ലാസിഫിക്കേഷൻ. ഫസ്റ്റ് ചാപ്റ്റർ ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് ലൈഫ് ആൻഡ് ഇൻട്രൊഡക്ഷൻ ടു ക്ലാസിഫിക്കേഷൻ അതാണ് നമ്മളെ ചാപ്റ്റർ ടൈറ്റിൽ. അപ്പം എങ്ങനെയാണ് ലൈഫ് ഒറിജിൻ ചെയ്തത്, അതിന്റെ എവല്യൂഷൻ, പിന്നെ ക്ലാസിഫിക്കേഷൻ, ഒരു ഇൻട്രൊഡക്ഷൻ, അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒറിജിൻ ഓഫ് ലൈഫ്, എങ്ങനെയാണ് ലൈഫ് ഒറിജിൻ ചെയ്തത് എർത്തിൽ, നമ്മുടെ ഭൂമിയിൽ ലൈഫ് എങ്ങനെയാണ് ഒറിജിൻ ചെയ്തതാണ് ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. ലൈഫ് ഒറിജിൻ ഓഫ് ലൈഫ് ഇൻ അവർ എർത്ത്. അപ്പോൾ നമ്മൾ എർത്ത് എക്സിസ്റ്റൻസിലോട്ട് വന്നത് 4 and 5 billion years ago ആണ്. 4 and 5 about 4 and 5 billion. ബില്യൺ എന്ന് പറഞ്ഞാൽ എത്രയാ? 4 and 5 billion years ago ആണ് എർത്ത് came into existence. ബില്യൺ എന്ന് പറഞ്ഞാൽ 1 billion how many years? ആർക്കെല്ലാം അറിയോ? കോടി അല്ലേ? എത്ര കോടി? 100 crores. അപ്പോ 4 and 5 billion years ago എന്ന് പറഞ്ഞാല് 500 years ago, 500 crores of years ago ആണ് earth came into existence. ഞാൻ പറയുന്നത് കേൾക്കണില്ലേ? യെസ് മാം. അപ്പം ലൈഫ് ഇവോൾവ്ഡ് ഓൺ earth came into existence 4 and 5 billion years ago ആണ്. ആൻഡ് ലൈഫ് ഇവോൾവ്ഡ് ഓൺ പ്ലാനറ്റില്, നമ്മുടെ പ്ലാനറ്റില് ലൈഫ് ഇവോൾവ് ചെയ്തതോ 3.5 billion years ago ആണ്. Since then approximately 15 million different species of organism ഇവോൾവ് ചെയ്തിട്ടുണ്ട്. നമ്മളെ എർത്തില് അറൌണ്ട് തുടക്കം മുതൽ 15 millions of different species ഇവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിലും ഓൺലി about 2 million ഇപ്പോഴും ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ. അറൌണ്ട് 2 million എപ്പോഴും ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളൂ. In this lesson we learn how life of these sectors originated on earth. എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത്, എത്ര വെറൈറ്റീസ് ഓഫ് ഫാസ്റ്റ് ഓർഗാനിസം ഉണ്ട്, ആൻഡ് പോപ്പുലർലി നോൺ വെറൈറ്റീസ് ഓഫ് ഓർഗാനിസം ആണ് ബയോഡൈവേഴ്സിറ്റി. അപ്പം എത്ര വെറൈറ്റീസ് ഓഫ് ഓർഗാനിസം ഉണ്ട്, ലൈഫ് എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തത്, എങ്ങനെയാണ് എവല്യൂഷൻ നടന്നത്, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് ഒറിജിൻ ഓഫ് ലൈഫ്. ഒറിജിൻ ഓഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ അപ്പിയറൻസ് ഓഫ് സിംപ്ലസ്റ്റ് പ്രൈമോറിയൽ ലൈഫ് ഫ്രം നോൺ ലിവിംഗ് മാറ്റർ. സിംപ്ലസ്റ്റ് ആയിട്ടുള്ള പ്രൈമോറിയൽ ലൈഫ് ഫോം ചെയ്യുക ഒരു നോൺ ലിവിംഗ് മാറ്ററിൽ, ജീവനില്ലാത്തൊരു വസ്തുവിൽ നിന്നും ഒരു സിംപ്ലസ്റ്റ് പ്രൈമോറിയൽ ലൈഫ്. പ്രൈമോറിയൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രിമിറ്റീവ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഫോം, അത് ഒരു ജീവനില്ലാത്ത വസ്തുവിൽ നിന്നും ഒരു സിംപ്ലസ്റ്റ് പ്രൈമോറിയൽ ലൈഫ് ഫോം ചെയ്യുന്നതാണ് ഒറിജിൻ ഓഫ് ലൈഫ്. ഓക്കെ. And then evolution of life means the gradual formation of, ഞാൻ പറയുന്ന എന്തെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ അപ്പൊ പറയണം കേട്ടോ. മാം സൗണ്ടിന് പ്രശ്നമുണ്ട്, ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. സൗണ്ട് ക്ലിയർ ആവണില്ല, ശ്രദ്ധിച്ച്. കുഞ്ഞിയ സൗണ്ടാണ് മാമിന്റെ. ഒന്നും കേൾക്കുന്നില്ല, ചെറുതായിട്ടേ കേൾക്കുന്നുള്ളൂ. സൗണ്ട് ചെറുതായിട്ടേ കേൾക്കാൻ പറ്റും. സൗണ്ട് കേൾക്കാം, പക്ഷെ ഇത്തിരി വോയിസ് ഇത്തിരി ലൗഡായിട്ട് സംസാരിച്ചാൽ മതി. ചെറിയ വോയിസാ വരുന്നത്, അതുകൊണ്ടാ. ഞാൻ ഒന്നുകൂടെ പറയാം, അപ്പൊ കേൾക്കണ ഞാൻ പറയാം കേട്ടോ. ഹലോ, ഓക്കെ. ഇപ്പൊ കറക്റ്റ് ആയി. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. Evolution of life means the gradual formation of complex organism from simpler ones. Evolution എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്, പതിയെ പതിയെ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇറ്റ് ഇസ് ദ ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് ആയിട്ടുള്ള സിംപ്ലർ വൺസിൽ നിന്നും കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസം ഫോം ചെയ്യും. അതാണ് എവല്യൂഷൻ ഓഫ് ലൈഫ്. എവല്യൂഷൻ ഓഫ് ലൈഫ് മീൻസ് ദ ഗ്രാജുവൽ ഫോർമേഷൻ. ഗ്രാജുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പതുക്കെ സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് ഇറ്റ് ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് ദി കോംപ്ലക്സ് ഓർഗാനിസം. കോംപ്ലക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും കുറെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വലിയൊരു ഓർഗാനിസം ഫോം ചെയ്യുക ഫ്രം എ സിംപ്ലർ വൺസ്, അതായത് സിംഗിൾ സെല്ലിൽ നിന്നും. ഇപ്പം നമ്മൾ ഹ്യൂമൻസ് ഒക്കെ മൾട്ടി സെല്ലുലാർ അല്ലേ, അപ്പം സിംഗിൾ സെല്ലിൽ നിന്നും മൾട്ടി സെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസം ഫോം ചെയ്തത് എങ്ങനെയാണ്? എവല്യൂഷൻ, ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ വഴിയാണ് അങ്ങനെ ലൈഫ് ഫോം ചെയ്യണത്. അതാണ് എവല്യൂഷൻ ഓഫ് ലൈഫ്. നെക്സ്റ്റ്
ഈ ഒറിജിൻ ഓഫ് ലൈഫിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു തിയറിയാണ് കീമോസിന്തറ്റിക് തിയറി. കീമോസിന്തറ്റിക് തിയറി ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ് ഈസ് പ്രപ്പോസ്ഡ് ബൈ A.I. Oparin ആണ്. A.I. Oparin ആണ് ഈ കീമോസിന്തറ്റിക് തിയറി ഓഫ് ഒറിജിൻ ഓഫ് ലൈഫ് പ്രപ്പോസ് ചെയ്തത്. വേറെ കുറെ തിയറീസ് പ്രപ്പോസ് ചെയ്തിട്ടുണ്ടെങ്കിലും കീമോസിന്തറ്റിക് തിയറിയാണ് വൈഡ്ലി അക്സെപ്റ്റഡ് വൺ. ഇതിൽ ത്രൂ എ സീരീസ് ഓഫ് കോമ്പിനേഷൻ ഓഫ് കെമിക്കൽ സബ്സ്റ്റൻസസ്, കുറെ കെമിക്കൽ ഇതിൽ പറയുന്നത്, തിയറിയിൽ പറയുന്നത് നമ്മളെ ലൈഫിൽ എങ്ങനെയാണ് ഒറിജിനേറ്റ് എന്ന് വെച്ചാൽ കുറെ കെമിക്കൽ റിയാക്ഷൻസ് വഴി അറ്റ്മോസ്ഫിയറിൽ കുറെ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടന്നിട്ട് അത് കുറെ ഗ്യാസസ് ഫോം ചെയ്ത് അത് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്ത് അങ്ങനെ കുറെ മോളിക്യൂൾസ് ഫോം ചെയ്ത് അങ്ങനെയാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എന്നാണ് ഈ കീമോസിന്തറ്റിക് തിയറിയിൽ പറയുന്നത്. എർത്ത് ഒറിജിനേറ്റഡ് അപ്പം നേരത്തെ പറഞ്ഞു, എർത്ത് 5 ബില്യൺ ഇയേഴ്സ് അഗോ ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് വാസ് ഇനീഷ്യലി മേഡപ്പ്. ഇനീഷ്യലി നമ്മളെ എർത്തിലെ കണ്ടീഷൻസ് എങ്ങനെയായിരുന്നു? ഹോട്ട് ഗ്യാസസ്, വേപ്പേഴ്സ്, വേരിയസ് കെമിക്കൽസ്, ഇതൊക്കെയായിരുന്നു ഇനീഷ്യൽ കണ്ടീഷൻ ഓഫ് എർത്ത്. ഭയങ്കര ചൂടായിരുന്നു. ഹോട്ട് ഗ്യാസസ് ആൻഡ് വേപ്പേഴ്സ് ഓഫ് വേരിയസ് കെമിക്കൽസ് ആണ്. പിന്നെ അത് ഗ്രാജുവലി എന്തായി? നല്ല മഴ പെയ്തിട്ട് ഗ്രാജുവലി ഇറ്റ് കൂൾ ഡൗൺ ആൻഡ് സോളിഡ് ക്രസ്റ്റ് ഫോം ചെയ്തു. എർത്തില് സോളിഡ് ക്രസ്റ്റ് ഫോം ചെയ്തു. ആൻഡ് ഏർലി ആദ്യത്തെ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ടായിരുന്നു? അമോണിയ ഉണ്ടായിരുന്നു, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ, മീതെയിൻ, ഇതൊക്കെ ഉണ്ടായിരുന്നു. ആദ്യത്തെ അറ്റ്മോസ്ഫിയറിൽ അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ, മീതെയിൻ ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഫ്രീ ആയിട്ടുള്ള ഓക്സിജൻ അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നില്ല. ദിസ് സോർട്ട് ഓഫ് അറ്റ്മോസ്ഫിയർ വിത്ത് മീതെയിൻ, അമോണിയ, ഹൈഡ്രജൻ ഈ സ്റ്റിൽ ഫൗണ്ട് ഓൺ ജൂപ്പിറ്റർ ആൻഡ് സാറ്റേൺ. ജൂപ്പിറ്ററിലും സാറ്റേണിലൊക്കെ സ്റ്റിൽ ഈ ഒരു കണ്ടീഷൻ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ടാണ് അവിടെ ലൈഫ് ഇല്ലാത്തത്. ഹെവി റെയിൻ, നല്ല മഴ പെയ്ത് ഹോട്ട് സർഫസിൽ എന്തായി? കുറെ നല്ല മഴ പെയ്തിട്ട്, നല്ല മഴ എന്ന് പറഞ്ഞാൽ കുറെ വർഷങ്ങളോളം മഴ പെയ്തിട്ട് നിർത്താതെ വർഷങ്ങളോളം മഴ പെയ്ത് വാട്ടർ ബോഡീസ് അപ്പിയർഡ്. അങ്ങനെ ഓഷ്യൻസ് ഒക്കെ അപ്പിയർ ചെയ്യാൻ തുടങ്ങി. സ്റ്റിൽ ഇറ്റ് കണ്ടെയ്ൻസ് ഹോട്ട് വാട്ടർ എന്നായിരുന്നു അതിലുണ്ടായിരുന്നത്. മീതെയിൻ ആൻഡ് അമോണിയ ഫ്രം ദ അറ്റ്മോസ്ഫിയർ ഡിസോൾവ്ഡ് ഇൻ ദ വാട്ടർ ഓഫ് ദ സീസ്. കടലില് എന്തായി? മഴ പെയ്തിട്ട് അറ്റ്മോസ്ഫിയറിലുള്ള മീതെയിനും അമോണിയൊക്കെ ഡിസോൾവ് ആയി. ഇൻ ദിസ് വാട്ടർ കെമിക്കൽ റിയാക്ഷൻസ് ഒക്കേർഡ് ആൻഡ് ഗേവ് റൈസ് ടു അമിനോ ആസിഡ്സ്, നൈട്രജനസ് ബേസസ്, ഷുഗേഴ്സ് ആൻഡ് ഫാറ്റി ആസിഡ്സ്. വെള്ളത്തിൽ കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ട് അമിനോ ആസിഡ്സും നൈട്രജനസ് ബേസസും ഷുഗേഴ്സും ഫാറ്റി ആസിഡ്സും ഒക്കെ ഫോം ചെയ്തു. വിച്ച് ഫെർദർ റിയാക്റ്റഡ് ആൻഡ് കമ്പൈൻഡ് ടു ഗീവ് റൈസ് ടു ബയോമോളിക്യൂൾസ് ഓഫ് ലൈഫ് സച്ച് ആസ് പ്രോട്ടീൻസ്, ന്യൂക്ലിയിക് ആസിഡ്. അതൊക്കെ റിയാക്ട് ചെയ്തിട്ട് എന്താ ഉണ്ടായത്? പ്രോട്ടീൻസും ന്യൂക്ലിയിക് ആസിഡ്സും ഒക്കെ ഉണ്ടായി. അവിടെ നിങ്ങൾക്ക് കാണാം. ഈ സ്ലൈഡ് ക്ലിയർ ആണോ? പിക്ചർ കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. നമ്മൾ പ്രിമിറ്റീവ് ആയിട്ടുള്ള എർത്തില് അറ്റ്മോസ്ഫിയറിൽ ഉണ്ടായിരുന്നത് അമോണിയ, ഹൈഡ്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ വേപ്പർ ഇതൊക്കെ ആയിരുന്നു. ഭയങ്കര ഹോട്ട് കണ്ടീഷൻ ആയിരുന്നു. പിന്നെ കുറെ മഴ പെയ്ത് നല്ല ഹെവി റെയിൻ കുറെ ലോങ് പീരിയഡ് കണ്ടിന്യൂ ചെയ്ത് ഓഷ്യൻ ബോഡീസ് ഫോം ചെയ്തു. അപ്പം മഴ പെയ്തുകൊണ്ട് തന്നെ ഈ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനും അമോണിയും ഒക്കെ ഡിസോൾവ് ചെയ്ത് വെള്ളത്തിൽ അലിഞ്ഞു. അങ്ങനെ അത് കുറെ തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് എന്തൊക്കെ ഉണ്ടായി? ന്യൂക്ലിയിക് ആസിഡ്സ്, പ്രോട്ടീൻസ്, അങ്ങനത്തെ കുറെ ബയോമോളിക്യൂൾസ് ഉണ്ടായി. ഈ ബയോമോളിക്യൂൾസ് എന്നാണ് പിന്നെ അത് കോംപ്ലക്സ് ആയിട്ടുള്ള സബ്സ്റ്റൻസസ് ഫോം ചെയ്തിട്ട് ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പം ഇതിൽ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, അങ്ങനെ 4 സ്റ്റേജസ് ആക്കിയിട്ടാണ് ഇത്. നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, അതൊന്ന് സ്റ്റേജസ് ആക്കിയിട്ട് പറയാണ്. ഫസ്റ്റ് സ്റ്റേജിൽ കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഇൻക്ലൂഡിംഗ് അമിനോ ആസിഡ്സ് ഫ്രം എ മിക്സ്ചർ ഓഫ് അമോണിയ, മീതെയിൻ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ, ഇങ്ങനത്തെ മിക്സ്ചറിൽ നിന്നും കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ഫോം ചെയ്തു. സെക്കൻഡ് സ്റ്റേജിൽ ഓർഗാനിക് മോളിക്യൂൾസ് എന്ത് ചെയ്തു? കമ്പൈൻ ചെയ്തു ടു ഫോം. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് സ്റ്റേജസ് ആക്കിയിട്ട് പറയണം. ഓർഗാനിക് മോളിക്യൂൾസ് ഫോം ചെയ്തു ടു കമ്പൈൻ ദി ലാർജ് മോളിക്യൂൾസ്. തേർഡ് സ്റ്റേജിൽ ലാർജ് മോളിക്യൂൾസ് എന്ത് ചെയ്തു? മൾട്ടി മോളിക്കുലാർ കോംപ്ലക്സ് ആയിട്ട് ഫോം ചെയ്തു. മൾട്ടി മോളിക്കുലാർ കോംപ്ലക്സ് ഫോം ചെയ്തു. ഈ മൾട്ടി മോളിക്കുലാർ കോംപ്ലക്സ് കോ അസർവേറ്റ് ഡ്രോപ്സ് ആയി. കോ അസർവേറ്റ് ഡ്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തേർഡ് സ്റ്റേജില് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തിട്ട് മൾട്ടി മോളിക്കുലാർ കോംപ്ലക്സസ് ഫോം ചെയ്ത് എന്ന് പറഞ്ഞില്ലേ? ആ മൾട്ടി മോളിക്കുലാർ കോംപ്ലക്സിന്റെ ചുറ്റും
ഫാറ്റ് മോളിക്യൂൾസ് വന്ന് സറൗണ്ട് ചെയ്തു. അങ്ങനെ ഒരു മെംബ്രെയിൻ പോലെ ഫോം ചെയ്തു. ഫാറ്റ് മോളിക്യൂൾസ് സറൗണ്ട് ചെയ്തിട്ട് മൾട്ടി മോളിക്കുലാർ കോംപ്ലക്സിന്റെ ചുറ്റും ഫാറ്റ് മോളിക്യൂൾസ് സറൗണ്ട് ചെയ്തിട്ട് ഒരു മെംബ്രെയിൻ ഫോം ചെയ്തു. ആൻഡ് ദിസ് മെംബ്രെയിൻ നമ്മളെ സെല്ലിലൊക്കെ കാണുന്ന പോലെ നമ്മളെ സെല്ലിന് ഇപ്പൊ എന്തുണ്ട്, സെൽ മെംബ്രെയിൻ ഇല്ലേ, അതുപോലെ ഈ സിമ്പിൾ മൾട്ടി മോളിക്കുലാർ കോംപ്ലക്സ് ഫോം ചെയ്തതിന്റെ ചുറ്റും അതിന്റെ ഒരു പ്രിമിറ്റീവ് ഫോം ആണിത്. അങ്ങനെ എങ്ങനെയാണ് ഇപ്പൊ കാണുന്ന കണ്ടീഷനിൽ ഇത് എത്തിയത് എന്നാണ് പറയുന്നത്. മൾട്ടി മോളിക്കുലാർ കോംപ്ലക്സിന്റെ മുകളിൽ ഫാറ്റ് മോളിക്യൂൾസ് സറൗണ്ട് ചെയ്തിട്ട് എന്തുണ്ടായി, ഒരു മോളിക്കുലാർ കോംപ്ലക്സ് ഫോം ചെയ്തു. ഒരു മെംബ്രെയിൻ, അതിന്റെ മെംബ്രെയിൻ ആയിട്ട് ഫോം ചെയ്തു. അതിന് ചുറ്റും ആ മോളിക്കുലാർ കോംപ്ലക്സിന് ചുറ്റും ഒരു മെംബ്രെയിൻ ആയിട്ട് ഫോം ചെയ്തു. ഇതിനെയാണ് കോ അസർവേറ്റ് ഡ്രോപ്സ് എന്ന് പറയുന്നത്. അത് ഈ വെള്ളത്തിൽ എന്ത് ചെയ്തു, വെള്ളത്തിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ഡെഫിനിറ്റ് ബൗണ്ടറി അതിനുണ്ടായി. റെഫറിങ് ടു കമ്പൈനിങ് ടുഗദർ ഓഫ് ദി മോളിക്യൂൾസ്, അതൊരു സെപ്പറേറ്റ് മോളിക്യൂൾ ആയിട്ട് മാറി. ആൻഡ് ഇതാണ് പ്രിമിറ്റീവ് ഫസ്റ്റ് ലിവിങ് സെൽസ്. കോ അസർവേസ് അഗ്രിഗേറ്റ് ചെയ്തിട്ടാണ്, ദേ ആർ ദ പ്രീകേഴ്സേഴ്സ് ഓഫ് ഫസ്റ്റ് ലിവിങ് സെൽസ്. ഈ കോ അസർവേറ്റ് എന്ന് പറയുന്നത് അഗ്രിഗേറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ലിവിങ് സെൽസ് ഉണ്ടായി എന്നാണ് പറയുന്നത്. The cells were produced that could be called the simplest primordial life. ഇങ്ങനെയാണ് സെൽസ് ഉണ്ടായത്. Which is the simplest primordial life. Primordial means the primitive or the basic. ഇതൊരു apparatus ആണ് used by Stanley Miller and Harold C. Urey to demonstrate the synthesis of amino acids under the conditions that existed on the primitive earth. ഈ primitive earthലുള്ള കണ്ടീഷൻസ് കാണിക്കാതെ എങ്ങനെയാണ് നടന്നത് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിൽ കണ്ടക്ട് ചെയ്തൊരു എക്സ്പെരിമെന്റിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് ഈ കാണുന്നത്. ഇതില് ഒരു അപ്പാരറ്റസിൽ വെള്ളം ചൂടാക്കിയത് എന്തിനാണ് കാണിക്കുന്നത്, നമ്മളെ എർത്തിന്റെ ആദ്യത്തെ കണ്ടീഷൻസ് എങ്ങനെ, ആ കണ്ടീഷൻസിലൂടെ എങ്ങനെയാണ് ലൈഫ് ഫോം ചെയ്തതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്പാരറ്റസ് ആണ്. ഒരു ലബോറട്ടറി എക്സ്പെരിമെന്റിന്റെ ഡെമോൺസ്ട്രേഷൻ ആണിത്. അതില് ഒരു അപ്പാരറ്റസിൽ വെള്ളം ചൂടാക്കി വാട്ടർ വേപ്പർ ഫോം ചെയ്യിച്ചിട്ട് നമ്മളെ എർത്തിന്റെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിലുള്ള ഗ്യാസസ് ഒക്കെയാണ് ഈ ചേംബറിൽ കാണുന്നത്. മീതെയിൻ, അമോണിയ, ഹൈഡ്രജൻ. വാട്ടർ വേപ്പർ ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്തിട്ട് ഇവിടുന്ന് രണ്ട് സൈഡിൽ നിന്നും ഇലക്ട്രോഡ്സ് കൊടുത്തു. അതായത് പ്രിമിറ്റീവ് എർത്തില് റെയിന് ഉണ്ടായി എന്ന് പറഞ്ഞില്ല, ആ സമയത്ത് തണ്ടർ ലൈറ്റ്നിങ് ഒക്കെ ഉണ്ടായിട്ടാണ് ഈ കമ്പൈൻ ചെയ്ത് ഈ മോളിക്യൂൾസ് ഒക്കെ കമ്പൈൻ ചെയ്ത് ആ ഒരു കണ്ടീഷൻസ് തന്നെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോഡ്സ് വെച്ചിട്ട് സ്പാർക്സ് കൊടുത്തു. ലൈറ്റ്നിങ് ആൻഡ് തണ്ടർ എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോഡ്സ് വെച്ചിട്ട് സ്പാർക്സ് ക്രിയേറ്റ് ചെയ്തു. അപ്പം ആ പ്രോസസ് വഴി വാട്ടർ വേപ്പറുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഇവിടെ മോളിക്യൂൾസ് ഫോം ചെയ്തു. അതിനെ കണ്ടൻസ് ചെയ്തിട്ട് ഇവിടെ ഒരു ഫ്ലാസ്കിലോട്ട് അതിനെ കളക്ട് ചെയ്തു. ആ വെള്ളത്തിനെ ഒരു ഫ്ലാസ്കിലോട്ട് കളക്ട് ചെയ്തിട്ട് അതിനെ ബയോളജിക്കൽ അനാലിസിസ് ചെയ്തപ്പോ അതിന് എന്ത് മനസ്സിലായി, ബയോമോളിക്യൂൾസ് ഒക്കെ ഇതില് ഈ വെള്ളത്തിൽ ബയോമോളിക്യൂൾസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. ന്യൂക്ലിയോടൈഡ്സ്, ന്യൂക്ലിക് ആസിഡ്സ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇത് മനസ്സിലായി. അപ്പൊ അതിന്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ആണിത്. മനസ്സിലായില്ലേ? അപ്പോ ഇത് ലബോറട്ടറിയിൽ പ്രൂവ് ചെയ്തതുകൊണ്ടാണ് ഈ തിയറിക്ക്, കീമോസിന്തറ്റിക് തിയറിക്ക് ഇത്രത്തോളം വൈഡ്ലി അക്സെപ്റ്റൻസ് കിട്ടിയത്. നെക്സ്റ്റ്, ഓർഗാനിക് എവല്യൂഷൻ. എന്താണ് എവല്യൂഷൻ? വാട്ട് ഈസ് എവല്യൂഷൻ? പരിണാമം. The formation of complex organism through gradual change from simple ancestral types over the course of geological time is termed as evolution or organic evolution. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഫോം ചെയ്യുക ത്രൂ ഗ്രാജുവൽ ചേഞ്ച്, പതിയെ മാറ്റങ്ങളിലൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസം ഫോം ചെയ്യുക ഫ്രം സിമ്പിൾ ആൻസെസ്ട്രൽ ടൈപ്സ്. സിമ്പിൾ ആയിട്ടുള്ള ആൻസെസ്ട്രൽ ടൈപ്സ്, ഇപ്പൊ നമ്മൾ പറഞ്ഞു പ്രൈമോഡിയൽ ലൈഫ് ഫോം ചെയ്തു, അങ്ങനത്തെ പ്രൈമോഡിയൽ ലൈഫിൽ നിന്നും ഗ്രാജുവലി അതിന് കുറെ മാറ്റങ്ങൾ, മെല്ലെ ഓരോ മാറ്റങ്ങൾ വന്നിട്ട് അതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസം ആയിട്ട് മാറുക. ഈ ഒരു മാറ്റാണ്, അതാണ് പരിണാമം. ഈ ഒരു ചേഞ്ചിനെയാണ് എവല്യൂഷൻ അല്ലെങ്കിൽ ഓർഗാനിക് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ സൗണ്ട് ക്ലിയർ അല്ലേ?
നമ്മൾ പ്രസന്റ് ഓർഗാനിസം were not created in the same form in which they existed today. നമ്മളിപ്പോ ഇന്നുള്ള ഫോമിലായിരുന്നില്ല നമ്മൾ പണ്ടുണ്ടായിരുന്നു. നമുക്ക് കുറെ ഹ്യൂമൻസിന് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ ഓർഗാനിസത്തിനും കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രസന്റ് ഡേയില് എങ്ങനെയാണോ അതിൽ നിന്നും കുറെ വ്യത്യസ്തമായിട്ടാണ് പാസ്റ്റിൽ ഉണ്ടായിരുന്നത്. ആ പാസ്റ്റിൽ നിന്നും പ്രസന്റിലോട്ട് എത്താൻ വേണ്ടിയിട്ട് കുറെ എവല്യൂഷൻസ് നടന്നിട്ടുണ്ട്. but have gradually evolved from much simple ancestral forms from a common ancestor. നമ്മളൊരു കോമൺ ആൻസെസ്റ്ററിൽ നിന്നും ഇവോൾവ് ചെയ്ത് വന്നാണെന്നാണ് പറയുന്നത്. The characteristics of organism had been changing in the past. പാസ്റ്റില് ഈ ഓർഗാനിസത്തിന്റെ ക്യാരക്ടേഴ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. They are changing even today. ഇപ്പോഴും ചേഞ്ച് ചെയ്യുന്നു, അത് കണ്ടിന്യൂ ചെയ്യും. പാസ്റ്റിൽ ഓരോ മാറ്റങ്ങൾ വന്നു. They are changing even today. ഇപ്പോഴും മാറുന്നു and it will continue to do so far in the future as well. This is due to the fact that environment in which organism live also changes and organism need to adapt to the changed environment. നമ്മളെ എൻവയോൺമെന്റിൽ ഓരോ മാറ്റങ്ങൾ വരുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് അതിനോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മാറ്റങ്ങൾ വരും. അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങൾ വരും. അതാണ് എവല്യൂഷൻ. Several living organisms of the past have become extinct. ഇപ്പം മാറ്റങ്ങൾ വരികയും ചെയ്യും, കുറെ എക്സ്റ്റിൻറ്റ് ആയിട്ട് പോവുകയും ചെയ്യും. കുറെ കണ്ടീഷൻസിനോട് പൊരുത്തപ്പെട്ട് ജീവിക്കാൻ കഴിയാത്തവരെന്താവും, നശിച്ചു പോവില്ലേ, എക്സ്റ്റിൻറ്റ് ആവും. The origin of the various forms found on earth has been a gradual and extremely slow process ആണ്. എക്സ്ട്രീംലി സ്ലോ പ്രോസസ് ആണ് എവല്യൂഷൻ. എത്ര വർഷങ്ങൾ എടുത്തിട്ടാണ് എവല്യൂഷൻ സംഭവിക്കുന്നത്. റിക്വയർസ് ഹൺഡ്രഡ്സ് ഓർ ഇവൺ തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ്. ഓക്കെ, ദിസ് പ്രോസസ് ഓഫ് സ്ലോ ആൻഡ് ഗ്രാജുവൽ ചേഞ്ച്, ഈ സ്ലോ ആയിട്ടുള്ള ഗ്രാജുവൽ ചേഞ്ചിനെയാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. ഇതിന് ഓർഗാനിക് എവല്യൂഷന് 4 എവിഡൻസസ് ആണ്. മോർഫോളജിക്കൽ എവിഡൻസസ് ഉണ്ട്, എംബ്രിയോളജിക്കൽ എവിഡൻസസ് ഉണ്ട്, പാലിയന്റോളജിക്കൽ എവിഡൻസസ് ഉണ്ട്, ആൻഡ് മോളിക്കുലാർ എവിഡൻസസ് ഉണ്ട്. First we can go through the morphological evidences. What is morphology? എന്താണ് മോർഫോളജി? അറിയില്ലേ? ആർക്കും അറിയില്ലേ മോർഫോളജി എന്താ? പ്ലാന്റിനെ കുറിച്ചുള്ള പഠനം. പ്ലാന്റിനെ കുറിച്ചുള്ള പഠനമല്ല. പ്ലാന്റിനെ കുറിച്ചുള്ള പഠനം ബോട്ടണി. മോർഫോളജി എന്ന് പറഞ്ഞാൽ പ്ലാന്റിനെ കുറിച്ചാവാം, അനിമൽസിനെ കുറിച്ചാവാം, അതിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ചുള്ള പഠനമാണ് മോർഫോളജി. ഓക്കെ, സ്റ്റഡി ഓഫ് എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ സ്ട്രക്ചർ ഓഫ് ലിവിങ് തിങ്സ്. ലിവിങ് തിങ്സിന്റെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സിനെ കുറിച്ചുള്ള പഠനമാണ് മോർഫോളജി. ഈ മോർഫോളജിക്ക് നമുക്ക് കുറെ എവിഡൻസസ് കിട്ടും. നമ്മളെ എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത്, എന്തിനാണ് ഇവോൾവ് ചെയ്തത്, ഏത് ആൻസസ്റ്റർ നിന്നാണ് വന്നത്, ഇങ്ങനെയൊക്കെ മോർഫോളജി കുറെ എവിഡൻസസ് പ്രൊവൈഡ് ചെയ്യും. നമുക്ക് കാണുമ്പോൾ മോർഫോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സ്ട്രക്ചേഴ്സ് ആണ്. അപ്പം അതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് ഓരോന്നിന്റെ സിമിലാരിറ്റീസും ഡിഫറൻസസ് ഒക്കെ വെച്ചിട്ട് ഇത് ഇന്നതിൽ നിന്നാണ് ഇവോൾവ് ചെയ്തത് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ മോർഫോളജിക്കൽ എവിഡൻസസിൽ പഠിക്കാനുള്ളതാണ് ഹോമോലോഗസ് ആൻഡ് അനലോഗസ് ഓർഗാൻസ്, വെസ്റ്റീജിയൽ ഓർഗാൻസ്, കണക്റ്റിംഗ് ലിങ്ക്സ്. ഇത് മൂന്നാണ് മോർഫോളജി എവിഡൻസസിൽ പഠിക്കാനുള്ളത്. ഇതിൽ ഫസ്റ്റ് ഹോമോലോഗസ് ഓർഗാൻസ്. ഹോമോലോഗസ് ഓർഗാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓർഗാൻസ് ആണ് വിച്ച് ആർ സിമിലർ ഇൻ സ്ട്രക്ചർ. സ്ട്രക്ചറലി സിമിലർ ആയിരിക്കും. ഇപ്പൊ ഈ പിക്ചേഴ്സ് കണ്ടാൽ അറിയാൻ പറ്റും, സ്ട്രക്ചറലി സിമിലാരിറ്റി ഉണ്ട്. ഇത് 4 ലിംബ്സ് ആണ്. സീൽ, ബേർഡ്സ്, ബാറ്റ്, ഹോഴ്സ് ആൻഡ് ഹ്യൂമൻസ്. ഹ്യൂമൻസിന്റെ 4 ലിംബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് ഹ്യൂമൻസിന്റെ ആണെങ്കിൽ നമ്മളെ കയ്യ്, ആനിമൽസിന്റെ ആണെങ്കിൽ മുമ്പിലുള്ള ലെഗ്സ് ഉണ്ടല്ലോ, അതാണ് 4 ലിംബ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ ഇതില് സ്ട്രക്ചറലി സിമിലാരിറ്റി ഉണ്ട്. ഇന്റേണൽ സ്ട്രക്ചറലി നോക്കുകയാണെങ്കിൽ സീലിന്റെയും ബേർഡ്സിന്റെയും ബാറ്റിന്റെയും ഹോഴ്സിന്റെയും ഹ്യൂമൻസിന്റെയും ഒക്കെ ഇന്റേണൽ സ്ട്രക്ചർ സിമിലർ ആണ്. ഇറ്റ് ഈസ് കമ്പോസ്ഡ് ഓഫ് ഹ്യൂമറസ്. ഇതൊക്കെ ബോൺസ് ആണ്. ഹ്യൂമറസ്, റേഡിയസ് ആൻഡ് അൾന ഇതൊക്കെ കാണുന്നത് ബോൺസ് ആണ്. ഇത് സ്കെൽറ്റൽ സിസ്റ്റം ഒക്കെ പഠിക്കുമ്പോൾ ബോൺസിന്റെ പേരൊക്കെ പഠിക്കും. ഇത് ഹ്യൂമറസ്, റേഡിയസ് ആൻഡ് ഫസ്റ്റിലുള്ളത് ഹ്യൂമറസ്, പിന്നെ ഈ കാണുന്നത് റേഡിയസ് ആൻഡ് അൾന, പിന്നെ കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ്, ഫലാഞ്ചസ്. ഈ ബോൺസ് ഈ കാണുന്ന എല്ലാത്തിലും ഉണ്ട്. ഈ കാണുന്ന ബേർഡ്സിന്റെയും ബാറ്റ്സിന്റെയും ഹ്യൂമൻസിന്റെയും
ഓസിൻസിന്റെ ഒക്കെ ഫോർ ലിംസിൽ ഈ ബോൺസ് എല്ലാത്തിലും കാണുന്നുണ്ട്. അപ്പം സ്ട്രക്ചറലി സിമിലർ ആണ്, ബട്ട് ഫങ്ഷൻ ഡിഫറെന്റ് ആണ്. ഇത് പെർഫോം ഡിഫറെന്റ് ഫങ്ഷൻസ് ആണ്. അതായത് ഹ്യൂമൻസിന് കൈകൊണ്ട് എന്താണോ ഫങ്ഷൻ, അതല്ല ഹോഴ്സിനും ബാറ്റിനും ബേർഡ്സിനും ഒന്നും ഉള്ളത്. നമ്മൾ കൈകൊണ്ട് എന്താണ് ചെയ്യുന്നത് അതല്ല ഹോഴ്സ് ചെയ്യുന്നത്. ഹോഴ്സ് നടക്കാൻ യൂസ് ചെയ്യുന്നുണ്ട്. ബാറ്റ് എന്താണ്, ബാറ്റിന്റെ ഫോർ ലിംബ് അതിന്റെ വിങ്സ് ആയിട്ടാണ് മാറിയിരിക്കുന്നത്. അപ്പം അത് പറക്കാനാണ് യൂസ് ചെയ്യുന്നത്. ബേർഡ്സും പറക്കാനാണ് യൂസ് ചെയ്യുന്നത്. സീല് എന്തിനാ യൂസ് ചെയ്യുന്നത്? സ്വിമ്മിങ്ങിന്. വെള്ളത്തിലുള്ളതാണല്ലോ, അപ്പൊ ഇതിന് സ്വിമ്മിങ്ങിനാണ് യൂസ് ചെയ്യുന്നത്. അപ്പം എല്ലാത്തിന്റെയും ഫോർ ലിംസിന്റെ ഇന്റേണൽ സ്ട്രക്ചർ സെയിം ആണെങ്കിലും എന്തുണ്ട്, ഫങ്ഷനലി എല്ലാവരും ഡിഫറെന്റ് ആണ്. അതാണ് ഹോമോലോഗസ് ഓർഗാൻസ്. അപ്പം ഹോമോലോഗസ് ഓർഗാൻസ് എന്ന് പറഞ്ഞാല് വിച്ച് ആർ സിമിലർ ഇൻ സ്ട്രക്ചർ ആൻഡ് ഒറിജിനും സ്ട്രക്ചേഴ്സും സിമിലർ ആയിരിക്കും, ബട്ട് ദേ ലുക്ക് വെരി ഡിഫറെന്റ്. നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ ഡിഫറെന്റ് ആണ് അല്ലെ? വിങ്സും നമ്മളെ ഹ്യൂമൻസിന്റെ കൈയും നല്ല ഡിഫറെന്റ് അല്ലേ? ആൻഡ് ദേ പെർഫോം ഡിഫറെന്റ് ഫങ്ഷൻസ് ഓൾസോ. അപ്പം അതാണ് ഹോമോലോഗസ് ഓർഗാൻസ്. അപ്പോൾ ഹോമോലോഗസ് ഓർഗാൻസിൽ പറയുന്നത് which are similar in structure and origin but may look very different and perform different functions. അപ്പം ഇതിന്ന് എവല്യൂഷനിലെ എവിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒക്കെ ഇന്റേണൽ സ്ട്രക്ചർ സെയിം ആണല്ലോ. അപ്പം ഒരു കോമൺ ആൻസസ്റ്റർ ആയിരിക്കും ഇവരൊക്കെ വന്നിട്ടുണ്ടാവുക എന്നാണ് പറയുന്നത്. ആൻഡ് എല്ലാവരും അഡാപ്റ്റ് ചെയ്യുന്നത് വേറെ വേറെ അറ്റ്മോസ്ഫിയറിലും ഒക്കെ ജീവിക്കുന്നത് വേറെ വേറെ അറ്റ്മോസ്ഫിയറിലായതുകൊണ്ട് തന്നെ അതിനനുസരിച്ച് അഡാപ്റ്റേഷൻ വന്നിട്ട് ഫങ്ഷനലി ഇതിനൊക്കെ ഡിഫറൻസ് വന്നതാണ്. അതാണ് ഹോമോലോഗസ് ഓർഗാൻസ്. മനസ്സിലായോ? ഓക്കെ, ഇതാണ് ഹോമോലോഗസ് ഓർഗാൻസ്. നെക്സ്റ്റ് അനലോഗസ് ഓർഗാൻസ്. അനലോഗസ് ഓർഗാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പറഞ്ഞു ഹോമോലോഗസിന്റെ ഓപ്പോസിറ്റ് ആണ്. ദിസ് ആർ ദ സ്ട്രക്ചേഴ്സ് വിച്ച് ആർ ഫങ്ഷനലി സിമിലർ ആയിരിക്കും ബട്ട് സ്ട്രക്ചറലി ഡിഫറെന്റ് ആയിരിക്കും. ഫങ്ഷനലി സിമിലർ ആയിരിക്കും. മറ്റേത് എങ്ങനെ ഫങ്ഷനലി ഡിഫറെന്റ് അല്ലേ പറഞ്ഞത്? അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അനലോഗസ് ഓർഗാൻസ്. ഫങ്ഷനലി സിമിലർ ആയിരിക്കും, പക്ഷെ ഇന്റേണൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ആണ്. അതായത് ഇത് ഇൻസെക്ട്സിന്റെ വിങ് ആണ് കാണുന്നത്, ഇത് ബാറ്റിന്റെ വിങ് ആണ്, ഇത് ബേർഡ്സിന്റെ വിങ് ആണ്. ഇതിന്റെ ഇന്റേണൽ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ മൂന്നും ഡിഫറെന്റ് ആണ്. ഇൻസെക്ടിന്റെ വിങ് മെംബ്രെയിനസ് വിങ് ആണ്. ബാറ്റിന്റെയും ബേർഡ്സിന്റെയും ഒക്കെ വിങ്സിൽ കാണുന്ന പോലെ ബോൺസോ അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് ഒന്നുമില്ല. നല്ല നെറ്റ്വർക്ക് ആയിട്ടുള്ള, നമുക്കറിയാലോ മെംബ്രെയിനസ് ആയിട്ടുള്ള വിങ്സ് ആണ് ഇൻസെക്ട്സിനുള്ളത്. ബാറ്റ്സിനും ബേർഡ്സിനും എങ്ങനെയാണ്? ഹ്യൂമറസ്, റേഡിയസ്, ആളിന് ഇങ്ങനത്തെ ബോൺ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പം ഇത് മൂന്നും ഡിഫറെന്റ് എൻറ്റയർലി ഇതൊക്കെ ഉണ്ടെങ്കിലും അതും ഇന്റേണലി സ്ട്രക്ചറലി ഡിഫറെന്റ് ആണ്. അപ്പം മൂന്ന് പോലെയാണ് ഇതിന്റെ ഇന്റേണൽ സ്ട്രക്ചേഴ്സ് വരുന്നത്. പക്ഷെ എന്താണ് ഇതിന്റെയൊക്കെ ഫങ്ഷൻസ് എന്താണ്? സെയിം അല്ലേ? ഇൻസെക്ട്സും ബാറ്റ്സും ബേർഡ്സും ഒക്കെ എന്തിനാണ് ഇത് യൂസ് ചെയ്യണത്? പറക്കാനാണ്. അപ്പം ഇതിന്റെ ഹോമോലോഗസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അനലോഗസ് ഓർഗാൻസിൽ പറയുന്നത്. സ്ട്രക്ചേഴ്സ് ആ ഫങ്ഷനലി സിമിലർ ആയിരിക്കും, ഫങ്ഷനലി സിമിലാരിറ്റി ഉണ്ടാകും, ബട്ട് സ്ട്രക്ചറലി ഡിഫറെന്റ് ആയിരിക്കും, സ്ട്രക്ചറൽ ഡിഫറൻസ് ഉണ്ടാകും. ദീസ് ആർ കാൾഡ് ദി അനലോഗസ് ഓർഗാൻസ്. നെക്സ്റ്റ് വെസ്റ്റീജിയൽ ഓർഗാൻസ്. വെസ്റ്റീജിയൽ ഓർഗാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സ്മോൾ ഡീജനറേറ്റ് അല്ലെങ്കിൽ ഇംപെർഫെക്റ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഓർഗാൻസ് അല്ലെങ്കിൽ ഒരു പാർട്ട്, അതാണ് വെസ്റ്റീജിയൽ ഓർഗാൻസ്. അതൊരു എവല്യൂഷണറി എവിഡൻസ് ആണ് ഈ വെസ്റ്റീജിയൽ ഓർഗാൻസ്. വിച്ച് മേ ഹാവ് ബീൻ കംപ്ലീറ്റ് ആൻഡ് ഫങ്ഷണൽ ഇൻ സം ആൻസസ്റ്റേഴ്സിൽ ഇത് ചിലപ്പം കംപ്ലീറ്റ് ആയിരിക്കാം, ഫങ്ഷണൽ ആയിരിക്കാം. പക്ഷെ നമുക്കിത് ഫങ്ഷണൽ അല്ല, നമുക്കിത് കൊണ്ട് ഒരു പ്രത്യേകിച്ചൊരു ഉപകാരമൊന്നുമില്ല. അതാണ് വെസ്റ്റീജിയൽ ഓർഗാൻസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മള് ലാർജ് ഇൻറ്റെസ്റ്റൈനിലെ അറ്റത്തൊരു ചെറിയൊരു പോർഷൻ കാണാം, അപ്പൻഡിക്സ് എന്ന് പറയും. അപ്പൻഡിക്സ് സാധാരണ എല്ലാവരും കേൾക്കാറില്ലേ? എല്ലാവർക്കും അറിയില്ല അപ്പൻഡിക്സ് എന്താന്ന്? അറിയൂലേ? അപ്പൻഡിക്സ് നമ്മൾ കോമൺലി കേൾക്കുന്നതല്ലേ, അപ്പൻഡിക്സിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു എന്നൊക്കെ അറിയൂലേ? അത് ഇതാണ് സംഭവം. ഈ ലാർജ് ഇൻറ്റെസ്റ്റൈനിന്റെ അറ്റത്ത് ഒരു ചെറിയ പോർഷൻ ഉണ്ട്, ഒരു ചെറിയ പാർട്ടുണ്ട്. അതിന്റെ പേരാണ് ആക്ച്വലി അപ്പൻഡിക്സ്. ആ അപ്പൻഡിക്സ് ഒരു വെസ്റ്റീജിയൽ ഓർഗൻ ആണ്. അതിന് പ്രത്യേകിച്ച് ഒരു ഫങ്ഷൻ ഒന്നുമില്ല.
നമ്മളെ ബോഡിയിൽ പ്രത്യേകിച്ച് ഒരു ഫങ്ഷൻ ഒന്നുമില്ല അപ്പൻഡിക്സിന്. അത് അങ്ങനെ ഒരു അതുകൊണ്ടാണ് വെസ്റ്റീജിയൽ ഓർഗാൻ എന്ന് പറയുന്നത്. അപ്പൻഡിക്സ് വരുമ്പോൾ ആ ഭാഗം കട്ട് ചെയ്ത് കളയാണ് ചെയ്യുക. അത് കട്ട് ചെയ്ത് കളഞ്ഞാലും നമുക്ക് പ്രത്യേകിച്ച് അതിന് ഫങ്ഷൻ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഒഴിവാക്കിയാലും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അതൊരു വെസ്റ്റീജിയൽ ഓർഗൻ ആണ്. നമ്മളെ ആൻസസ്റ്റേഴ്സിൽ ചിലപ്പം അത് ഫങ്ഷണൽ ആയിരിക്കാം, നമുക്കറിയില്ല അത് ഫങ്ഷണൽ ആയിരിക്കാം. പിന്നെ ഓരോ എവല്യൂഷൻ വന്ന് നമുക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലാത്തൊരു സ്ട്രക്ചറായി മാറിയതായിരിക്കാം. അപ്പോൾ അതാണ് ഈ അപ്പൻഡിക്സ്. അപ്പൊ ഹ്യൂമൻസിലെ അപ്പൻഡിക്സ്, നമ്മൾ വിസ്റ്റം ടൂത്ത് ഇല്ലേ, വിസ്റ്റം ടൂത്ത് വരില്ല നമുക്ക്, അതും വെസ്റ്റീജിയൽ ഓർഗൻ ആണ്. പിന്നെ മെയിൽസിലുള്ള ബോഡി ഹെയർ, ഇതൊക്കെ വെസ്റ്റീജിയൽ ഓർഗൻ ആണ്. പിന്നെ വെർട്ടിബ്രേറ്റ്സിലുള്ള നമ്മളെ സ്പൈനൽ കോഡിന്റെ അറ്റത്ത് ഒരു ടെയിൽ ബോൺ ഉണ്ട്, കോക്സിസ് എന്നാണ് അതിന് പറയാ. ഈ ടെയിൽ ബോണ് അതും ഒരു വെസ്റ്റീജിയൽ ഓർഗൻ ആണ്. നമ്മളെ സ്പൈനൽ കോഡ് എന്ന് പറഞ്ഞാല് നമ്മളെ നട്ടലിന്റെ അറ്റത്ത് ആയിട്ടൊരു ചെറിയ ഒരു ബോൺ ഉണ്ട്, കോക്സിസ് എന്നാണ് അതിന് പറയാ. അതൊരു വെസ്റ്റീജിയൽ ഓർഗൻ ആണ്. അത് റെപ്റ്റൈൽസിലും ആനിമൽസിലൊക്കെ ടെയിൽ ഉണ്ടല്ലോ, അവർക്കൊക്കെ അത് യൂസ്ഫുൾ ആണ്. ഒരു ബോഡി ബാലൻസിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഹ്യൂമൻസിന് അത് വലിയ യൂസ്ഫുൾ ഒന്നും അല്ല. അതുകൊണ്ട് തന്നെ അത് ഒരു വെസ്റ്റീജിയൽ ഓർഗൻ ആണ്. അപ്പോ ദിസ് ഈസ് ഓൾ അബൌട്ട് വെസ്റ്റീജിയൽ ഓർഗൻ. നെക്സ്റ്റ് കണക്റ്റിംഗ് ലിങ്ക്സ്. കണക്റ്റിംഗ് ലിങ്ക്സും ഒരു എവിഡൻസ് ഓഫ് എവല്യൂഷൻ ആണ്. ഈ പിക്ചറിൽ കാണുന്നത് ഒരു ബേർഡ് ആണ്, ഒരു എക്സ്റ്റിങ്ക്ട് ആയിട്ടുള്ള ഒരു ബേർഡ് ആണ്, ആർക്കിയോടെറിക്സ്. ആർക്കിയോടെറിക്സ് ആണ് അതിന്റെ പേര്. ഒരു എക്സ്റ്റിങ്ക്ട് ബേർഡ് ആണ് ആർക്കിയോടെറിക്സ്. ഇതൊരു കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ ബേർഡ്സ് ആൻഡ് റെപ്റ്റൈൽസ്. ബേർഡ്സിന്റെയും റെപ്റ്റൈൽസിന്റെയും ഇടയിലുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആയിട്ടാണ് ഈ ആർക്കിയോടെറിക്സിനെ കാണുന്നത്. കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് അറിയാം? കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറയുന്നത് ദ അനിമൽസ് വിച്ച് പോസസ് ക്യാരക്ടേഴ്സ് ഓഫ് ടു ഡിഫറെന്റ് ഗ്രൂപ്പ്സ്, രണ്ട് ഡിഫറെന്റ് ഗ്രൂപ്പ്സിന്റെ ക്യാരക്ടേഴ്സ് പോസസ് ചെയ്യുന്നത് കൊണ്ടാണ് അതിന് കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറയുന്നത്. അപ്പം ഈ ഇത് നമുക്ക് കാണുമ്പോൾ ഒരു ബേർഡ് ആയിട്ട് തോന്നും, പക്ഷെ ഇതിന് എന്തുണ്ട്? റെപ്റ്റൈൽസിന്റെ ക്യാരക്ടേഴ്സും ഉണ്ട്, ബേർഡ്സിന്റെ ക്യാരക്ടേഴ്സും ഉണ്ട്, ബോത്ത് ക്യാരക്ടേഴ്സും ഉണ്ട് ഇതിന്. അതുകൊണ്ടാണ് ഇതിനെ കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറയുന്നത്. അതായത് സാധാരണ ബേർഡ്സിനൊന്നും പല്ലുണ്ടാവില്ലല്ലോ, ബീക്കില് പല്ലുണ്ടാവില്ല. പക്ഷേ ഈ ബേർഡിന്, ആർക്കിയോടെറിക്സിന്, ബേർഡല്ല, ഇതിന് ആർക്കിയോടെറിക്സിന് എന്തുണ്ട്? ബീക്സില് ടീത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ വിങ്സില് ക്ലോസ് കാണാൻ പറ്റും. ഇതിന്റെ വിങ്സിൽ ഇവിടെ ക്ലോസ് ഉണ്ട്, നഖം പോലെ ഉണ്ട്. ബേർഡ്സിന് സാധാരണ അതൊന്നും ഇല്ലല്ലോ, പല്ലുണ്ടാവില്ല, അതൊക്കെ ഇതിനുണ്ട്. ആൻഡ് ഇതപ്പൊ ഇതിന് എന്തുണ്ട്? റെപ്റ്റൈൽസിന്റെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ആൻഡ് ഓൾസോ ഇറ്റ് ഹാവ് ദി ക്യാരക്ടേഴ്സ് ഓഫ് ബേർഡ്സ് ടു. ബേർഡ്സിനെ പോലെ വിങ്സ് ഉണ്ട്. അപ്പം എന്തുണ്ട്? റെപ്റ്റൈൽസിന്റെ ക്യാരക്ടേഴ്സും ഉണ്ട്, ബേർഡ്സിന്റെ ക്യാരക്ടേഴ്സും ഉണ്ട്. വിച്ച് വാസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. അതുപോലെ തന്നെ ലോങ് ടെയിൽ ഉണ്ട്, അതൊരു ലിസാർഡിന്റെ ക്യാരക്ടർ, റെപ്റ്റൈൽസിന്റെ ക്യാരക്ടർ ആണ്. അപ്പം ഇറ്റ് ആഡ് ഫീച്ചേഴ്സ് ഓഫ് ബോത്ത് റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. അതുകൊണ്ടാണ് ഇതിനെ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ് എന്ന് പറയുന്നത്. ദിസ് ഇസ് ഓൾസോ an evidence for the evolution. ഒന്നിൽ നിന്നും ഒന്ന് പരിണമിച്ചു, ഇവോൾവ് ചെയ്തു എന്ന് പറയാൻ ഒരു കണക്റ്റീവ് ലിങ്ക് ആണിത്. റെപ്റ്റൈൽസിൽ നിന്നും ബേർഡ്സ് ഇവോൾവ് ചെയ്തു എന്ന് നമുക്ക് പറയാം. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം അതാണ് കണക്റ്റിംഗ് ലിങ്ക്. എംബ്രിയോളജിക്കൽ എവിഡൻസ് ആണ് നമ്മൾ ഇപ്പൊ പഠിച്ചത്. എന്താ? മോർഫോളജിക്കൽ എവിഡൻസ്. നെക്സ്റ്റ് എംബ്രിയോളജിക്കൽ എവിഡൻസ്. എംബ്രിയോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഡെവലപ്മെന്റ് ഓഫ് ആൻ ഓർഗാനിസം. ഒരു ഓർഗാനിസത്തിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള പഠനമാണ് എംബ്രിയോളജി. എംബ്രിയോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എംബ്രിയോ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? ഹലോ, അറിയാം. Embryology is the study of development of an organism. എംബ്രിയോളജി എന്ന് പറഞ്ഞാല് ഒരു ഓർഗാനിസത്തിന്റെ ഡെവലപ്മെന്റിനെ കുറിച്ചുള്ള പഠനമാണ്. അതായത് അതിന്റെ ബേസിക് ആയിട്ടുള്ള ഫോമിൽ നിന്നും അത് ഫോം ചെയ്ത് വരുന്നത്, അതൊരു കോംപ്ലക്സ് ഓർഗാനിസം ആയിട്ട് മാറുന്നത് വരെയുള്ള അതിന്റെ സ്റ്റഡിയാണ് എംബ്രിയോളജി. അതിൽ കുറെ സ്റ്റേജസ് ഉണ്ടാകും. മോറുല, ബ്ലാസ്റ്റുല, ഗ്യാസ്ട്രുല. എംബ്രിയോളജി പഠിക്കുമ്പോൾ മോറുല, ബ്ലാസ്റ്റുല, ഗ്യാസ്ട്രുല. അങ്ങനെ ഫസ്റ്റ്
1 സെല്ലഡ് ആയിരിക്കും, പിന്നെ അത് 8 സെല്ലഡ് ആവും, പിന്നെ അത് 16 സെല്ലഡ്, 32 സെൽഡ്, 64 സെൽഡ്, അങ്ങനെ സെൽസ് കൂടി 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 വരും. അങ്ങനെയാണ് ഒരു ഓർഗാനിസം ഫോം ചെയ്യുന്നത്. ആ 16 സെൽഡ്, 8 സെൽഡ്, 16 സെൽഡ്, 32 സെൽഡ്, ഇതൊക്കെയാണ് അതിന് ഓരോ സെല്ലുള്ള ഓരോ സെല്ലില് എത്ര സെൽസ് ഉണ്ടാകുമ്പോൾ ഓരോ പേര് പറയുന്നതാണ്. മോറുല, ബ്ലാസ്റ്റുല, ഗ്യാസ്ട്രുല, ഇങ്ങനത്തെ ഈ ഓരോ സീരീസ് ആയിട്ടുള്ള ഇതിന്റെ ഏർലി ഡെവലപ്മെന്റിന്റെ പഠനമാണ് എംബ്രിയോളജി. ഈ എംബ്രിയോളജിയും ഒരു എവിഡൻസ് ആണ്, എവല്യൂഷണറി എവിഡൻസ് ആണ്. എംബ്രിയോസ് ഓഫ് ഓൾ വെർട്ടിബ്രേറ്റ്സ്, എല്ലാ വെർട്ടിബ്രേറ്റ്സിന്റെയും എംബ്രിയോളജി എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനൊരു ഏകദേശം ഇത് നോക്കിയാൽ ഒന്നും നമുക്ക് വ്യത്യസ്തമായിട്ടൊന്നും തോന്നൂല, ഏകദേശം ഒക്കെ ഒരുപോലെ തോന്നൂലേ? ഫിഷിന്റെ ആയാലും ആംഫിബിയൻസിന്റെ ആയാലും റെപ്റ്റൈൽസിന്റെ ആയാലും ബേർഡ്സിന്റെ ആയാലും മാമൽസിന്റെ ആയാലും ഒക്കെ ഏകദേശം ഒരുപോലെ തോന്നും, വലിയ ഡിഫറൻസ് ഒന്നും തോന്നുന്നില്ലല്ലോ. അപ്പൊ അതെന്തുകൊണ്ടാ? ഇതിന്റെ ഒക്കെ എവോൾവ് ചെയ്തത് ഒന്നിൽ നിന്നാണെന്നാണ് ഈ എംബ്രിയോളജി നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം എംബ്രിയോസ് ഓഫ് ഓൾ വെർട്ടിബ്രേറ്റ്സ് ആർ സിമിലർ ഇൻ ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ഇൻ ദർ ഏർലി സ്റ്റേജസ്. ഏർലി സ്റ്റേജസിൽ ഇതിന്റെ സിമിലർ ഇൻ ഷേപ്പിലും സ്ട്രക്ചേഴ്സിലൊക്കെ സിമിലാരിറ്റി ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഓൾ വെർട്ടിബ്രേറ്റ്സും അതിന്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു സിംഗിൾ സെല്ലിൽ നിന്നാണ്, അതായത് ഒരു സൈഗോട്ടിൽ നിന്നാണ് അത് പിന്നെ ഒരു കോംപ്ലക്സ് ഓർഗാനിസം ആയിട്ട് മാറുന്നത്. അപ്പം ഇതിന്റെ എംബ്രിയോളജിക്കൽ സ്റ്റഡി ഏകദേശം ഒക്കെ ഒരുപോലെ ആയിരിക്കും ഓൾമോസ്റ്റ് ഓൾ വെർട്ടിബ്രേറ്റ്സിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കുകയാണെങ്കിൽ. അപ്പം ദിസ് ഈസ് ദ എവിഡൻസ് ഫ്രം എംബ്രിയോളജി. നെക്സ്റ്റ് എവിഡൻസ് ഫ്രം പാലിയന്റോളജി. പാലിയന്റോളജി ഇസ് ദ സ്റ്റഡി ഓഫ് ഫോസിൽസ്. ഫോസിലുകളുടെ കുറിച്ചുള്ള ഒരു പഠനമാണ് പാലിയന്റോളജി. ഫോസിൽസ് എന്താണ്? ഫോസിൽസ് ആർക്കെങ്കിലും അറിയോ എന്താണ് ഫോസിൽസ്? എന്ത് ക്ലിയർ ആയില്ല? ക്ലിയർ ആവുന്നില്ല. മ്യൂട്ട് ചെയ്തോളൂ. ഫോസിൽസ് ഒന്ന് മ്യൂട്ട് ചെയ്യോ? ഫോസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇറ്റ് ഈസ് ദ റിമെയിൻസ് ഓർ ട്രേസസ് ഓഫ് ആനിമൽ ആൻഡ് പ്ലാന്റ് ലൈഫ് ഓഫ് ദി പാസ്റ്റ്. അതായത് ഫോസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ എല്ല് എന്ന് പറഞ്ഞില്ലേ, എല്ല് മാത്രല്ല ഫോസിൽസ്. ഫോസിൽ അതും ഉണ്ടാവാം, അതിന്റെ എന്തെങ്കിലും റിമെയിൻസ് ആയിരിക്കാം. ചിലപ്പോ അതിന്റെ റിമെയിൻസ് ഒന്നും ഉണ്ടാവില്ല, അതിന്റെ ജസ്റ്റ് ആ ഒരു ഇതിന്റെ സ്ട്രക്ചർ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിന്റെ ഷേപ്പ് മാത്രം പ്രിസേർവ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഈ റോക്കിന്റെ അടിയിലൊക്കെ അതിന്റെ ഇത് പ്രിസേർവ് അതൊക്കെ നശിച്ചു പോകും. ഷേപ്പ് മാത്രം പ്രിസേർവ് ചെയ്യപ്പെടും. ചിലപ്പോ അതിന്റെ എല്ലാ ഭാഗവും നശിച്ചു പോയിട്ട് അതിന്റെ ഷേപ്പ് മാത്രം ഉണ്ടാവും. ചിലപ്പോ എന്തെങ്കിലും ഭാഗങ്ങൾ ഉണ്ടാവും. അങ്ങനത്തെ ഒക്കെ ഇതാണ് ഫോസിൽസ്. റിമെയിൻസ് അല്ലെങ്കിൽ ട്രേസസ് ഓഫ് ആനിമൽസ് ആൻഡ് പ്ലാന്റ് ലൈഫ് ഓഫ് ദി പാസ്റ്റ്. ഇറ്റ് ഈസ് ഫൗണ്ട് എംബഡഡ് ഇൻ റോക്ക് either as petrified hard parts. പെട്രിഫൈഡ് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോൺ ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് ഭയങ്കര ഹാർഡ് സ്ട്രക്ചർ ആയിട്ട് മാറിയിട്ടുണ്ടാകും. അതാണ് ഫോസിൽസ്. അപ്പം ഫോസിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് അപ്പൊ പാലിയന്റോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് സ്റ്റഡി ഓഫ് ഫോസിൽസ്. അപ്പം ഈ ഫോസിൽ വെച്ചിട്ട് ആരതോ ഒന്ന് അൺമ്യൂട്ട് ചെയ്യും. ആരതോ ഒന്ന് ഭയങ്കര വോയിസ് കേൾക്കുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം ഫോസിൽസ് വെച്ചിട്ടുള്ള മെയിൻലി കൂടുതൽ പഠനം നടന്നിട്ടുള്ളത് ഹോസിലാണ്. ഹോസില് കൂടുതൽ ഈ ഫോസിൽസ് വെച്ച് പഠനം നടന്നിട്ടുണ്ട്. ഈ കാണുന്ന മോഡേൺ ഹോസ് ഫോം ചെയ്തിട്ടുള്ളത് ഈ ചെറിയ ഹിയോ ഹിപ്പസ് എന്ന് പറയുന്നത് സ്മോൾ ആൻസിസ്റ്റർ എന്നാണ് ഈ മോഡേൺ ഹോസ് ഫോം ചെയ്തിട്ടുള്ളത്. ഇതിൽ കാണാം ഇയോ ഹിപ്പസ്, മീസോ ഹിപ്പസ്, മെറി ഹിപ്പസ്, ക്ലിയോ ഹിപ്പസ്. മോഡേൺ ഹോസിന്റെ സയന്റിഫിക് നെയിമാണ് ഇക്വസ് കലാബസ്. ഇക്വസ് കലാബസ് ഫോം ചെയ്തിട്ടുള്ളത് ഈ കാണുന്ന ആൻസിസ്റ്റേഴ്സിൽ നിന്നാണെന്നാണ് പറയുന്നത്. ഇതൊക്കെ ഫോസിൽ സ്റ്റഡി വെച്ച് ഫൗണ്ട് ചെയ്തിട്ടുള്ളതാണ്. ഇപ്പം ഇത് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ഈ ആൻസിസ്റ്റർ ഫോമിൽ നിന്നും മോഡേൺ ഹോസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ് അല്ലേ? ഈസ് മോർ ടോളർ ദാൻ
ദിസ് ആൻസസ്ട്രൽ ഫോം. ഇതിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറെ ടോളർ ആണ്. ആൻഡ് ഇതിന്റെ ഈ ആൻസസ്ട്രലിന്റെ ഇതെങ്ങനെ ഹൂഫ്സ് എങ്ങനെ ഇതിന്റെ കുളമ്പില്ലേ അതിന്റെ ഡിജിറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇതൊക്കെ ഫോസിൽ സ്റ്റഡി വെച്ചിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഫോസിൽ സ്റ്റഡിയിലൊക്കെ അങ്ങനെ കാണുന്നത് ഇതിനൊക്കെ ഡിജിറ്റ്സ് ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷെ ഇപ്പൊ കാണുന്ന ഹോഴ്സിന് അങ്ങനെ ഇല്ല. നമുക്ക് ഹൂഫാണ് കാണുന്നത്. ഹൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അറിയാലോ, അതിന്റെ അങ്ങനെ കുളമ്പായിട്ടല്ലേ കാണുന്നത്. അപ്പം അതൊക്കെ അങ്ങനെയൊക്കെ ഓരോ എവല്യൂഷൻ സംഭവിച്ചിട്ടുണ്ട്, മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ എവിഡൻസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഫോസിൽ സ്റ്റഡിയിൽ നിന്നാണ്. ഫോസിൽസ് ആണ് അങ്ങനത്തെ എവിഡൻസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ് മോളിക്കുലാർ എവിഡൻസ്. ഇപ്പൊ പറഞ്ഞത് പാലിയന്റോളജിക്കൽ എവിഡൻസ് ആണ്. നെക്സ്റ്റ് മോളിക്കുലാർ എവിഡൻസ്. മോളിക്കുലാർ എവിഡൻസിൽ പറയുന്നത് ബയോമോളിക്യൂൾസ്. സെല്ല് ഈസ് മേഡ് അപ്പ് ഓഫ് ബയോമോളിക്യൂൾസ്. നമുക്കറിയാലോ സെൽ ഈസ് മേഡ് അപ്പ് ഓഫ് ബയോമോളിക്യൂൾസ് ഈസ് കോമൺ ടു ഓൾ ഓർഗാനിസം. എല്ലാ ഓർഗാനിസത്തിനും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് സെല്ല് എന്ന് പറയുന്നത്. സെല്ല് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്? ബയോമോളിക്യൂൾസ്. അപ്പം ബേസിക് യൂണിറ്റ് ഓഫ് ലൈഫ്, എല്ലാ ഓർഗാനിസത്തിന്റെയും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? സെല്ലാണ്. അപ്പം അതൊരു മേജർ ലൈറ്റ് ഇൻ ടു ദ എവല്യൂഷൻ ആണ് ഈ സെല്ല് എന്ന് പറയുന്നത്. എല്ലാ ഓർഗാനിസത്തിനും ഉണ്ട് ഈ സെല്ലില്ലാത്ത ഒരു ജീവിയും ഇല്ല. സെൽ ഈസ് മേഡ് അപ്പ് ഓഫ് ബയോമോളിക്യൂൾസ് ആണ്. അപ്പം ഈ ബയോമോളിക്യൂൾസ് ഈസ് പ്രൊവൈഡിങ് വെരി വെരി ബിഗ് എവിഡൻസ് ടു ദി മോളിക്കുലാർ എവല്യൂഷൻ. ഇറ്റ് ഈസ് കോമൺ ടു ഓൾ ഓർഗാനിസംസ്. സെല്ലിനകത്ത് എന്തുണ്ട്? സെല്ലുലാർ ഓർഗനൽസ് ഉണ്ട്, വിച്ച് ഈസ് യൂണിവേഴ്സൽ ഒക്കറൻസ് ഇൻ ഓർഗാനിസം. എല്ലാ ഓർഗാനിസത്തിലും സെല്ലുലാർ ഓർഗനൽസ് ഉണ്ട്. ആൻഡ് DNA ഇസ് ദ ഹെറിഡിറ്ററി മെറ്റീരിയൽ ഓഫ് ഓൾ ഓർഗാനിസം. എല്ലാ ഓർഗാനിസത്തിലും എന്തുണ്ട്? DNA ഉണ്ട്. ചില വൈറസസിലൊന്നുമില്ല, പക്ഷെ കോമൺലി ഓൾമോസ്റ്റ് ഓൾ ഓർഗാനിസത്തിലും DNA ഉണ്ട് ആസ് ഹെറിഡിറ്ററി മെറ്റീരിയൽ. പിന്നെ എന്തുണ്ട്? ATP മോളിക്യൂൾസ് ഉണ്ട്. ATP മോളിക്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിച്ച് സ്റ്റോർസ് ആൻഡ് റിലീസസ് എനർജി ഫോർ ബയോളജിക്കൽ പ്രോസസ്സസ്. ATP ആണ് അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അതൊരു മോളിക്യൂൾ ആണ്. അത് സ്റ്റോർ ചെയ്യുന്നുണ്ട്, എനർജി റിലീസ് ചെയ്യുന്നുണ്ട് ഓരോ ബയോളജിക്കൽ പ്രോസസ്സിന് വേണ്ടിയിട്ടും. ഇതൊക്കെ എല്ലാ ഓർഗാനിസത്തിലും കാണുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരു കോമൺ ആൻസസ്ട്രിൽ നിന്ന് വന്നതാണ് എന്നാണ് ഈ മോളിക്കുലാർ എവിഡൻസ് പറയുന്നത്. സെയിം ജനറ്റിക് മെറ്റീരിയൽ DNA എല്ലാവർക്കും ഉണ്ട്. സെയിം ഓർ ഹൈലി സിമിലർ ജനറ്റിക് കോഡ്സ് ഉണ്ട്. എല്ലാവർക്കും സിമിലാരിറ്റി ഉള്ള ജനറ്റിക് കോഡ്സ് കാണുന്നുണ്ട്. ജനറ്റിക് കോഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ജനറ്റിക് കോഡ്സ് എന്ന് പറഞ്ഞാല് ഇറ്റ്സ് ദ 3 letter കോമ്പിനേഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആണ്. ഈ ന്യൂക്ലിയോടൈഡ്സിന്റെ ഒരു 3 letter കോമ്പിനേഷൻ ആണ്. അതായത് അത് എന്തിന് കോഡ് ചെയ്യുന്നുണ്ട്? നമ്മളെ സ്പെസിഫിക് അമിനോ ആസിഡ്സോ നമ്മളെ ബോഡിയിൽ ഓരോ അമിനോ ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കോഡിങ് നടത്തുന്നതാണ് ഈ 3 letter കോമ്പിനേഷൻ ഓഫ് ന്യൂക്ലിയോസൈഡ്സ്. അതാണ് ഈ ജനറ്റിക് കോഡ്. അപ്പം 3 letter കോമ്പിനേഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ്സ് കാൾഡ് കോഡോൺസ് ഈച്ച് പ്രൊഡ്യൂസ് സ്പെസിഫിക് നമ്മുടെ ബോഡിയിൽ ഓരോ അമിനോ ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കോഡിങ് ചെയ്യുന്നുണ്ട്. അതാണ് ജനറ്റിക് കോഡ്. ഇതൊക്കെ സെയിം ആൻഡ് ഹൈലി സിമിലർ ആണ് ഓൾമോസ്റ്റ് ഓൾ ഓർഗാനിസത്തിലും. എന്തെങ്കിലും എക്സെപ്ഷണൽ ആയിട്ടുള്ള കേസിൽ ചെറിയ ഡിഫറൻസ് ഉള്ളൂ, അല്ലാതെ ഓൾമോസ്റ്റ് ഓൾ ഓർഗാനിസത്തിലും ജനറ്റിക് കോഡ് സിമിലർ ആണ്. ആൻഡ് ദെൻ ദ സെയിം ബേസിക് പ്രോസസ് ഓഫ് ജീൻ എക്സ്പ്രഷൻ അതും സെയിം ആണ്. ബേസിക് പ്രോസസ് ഈ ജീൻ എക്സ്പ്രഷന്റെ ബേസിക് പ്രോസസ്സും സെയിം ആണ്. ജീൻ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താണ്? ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും ആണ്. ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ ഒക്കെ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ടോ? അറിയോ? ഹലോ, പറയൂ, പഠിച്ചിട്ടുണ്ടോ അത്? കേൾക്കണില്ലേ? ഓർക്കണില്ല. അറിയില്ല മാം. ഓക്കെ, എന്നാ ഇനി പഠിക്കാനുള്ളതാവും. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് DNA RNAക്ക് ഇൻഫർമേഷൻ കോപ്പി ചെയ്യുക. ആ പ്രോസസ്സിനെയാണ്. അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോ അതൊക്കെ എന്താന്ന് മനസ്സിലാവുള്ളൂ കേട്ടോ.
ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് DNA RNAക്ക് ഇൻഫർമേഷൻ കോപ്പി ചെയ്യുക. ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് RNA പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുക. RNA പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുക, അതാണ് ട്രാൻസ്ലേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് DNA RNAക്ക് ഇൻഫർമേഷൻ കോപ്പി ചെയ്യുക, അതാണ് ട്രാൻസ്ക്രിപ്ഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ. ഇതൊക്കെ ഓരോ സെല്ലിന്റെ ഉള്ളിലും നടക്കുന്ന പ്രോസസ്സാണ്. അതാണ് ജീൻ എക്സ്പ്രഷൻ. ഈ ജീൻ എക്സ്പ്രഷൻസ് ഒക്കെ ഓരോ എല്ലാ ഓർഗാനിസത്തിലും നടക്കുന്നുണ്ട്. ഈ ബേസിക് ആയിട്ടുള്ള അതിന്റെ ബേസിക് പ്രോസസ് ഒക്കെ എല്ലാ ഓർഗാനിസത്തിലും സെയിം ആണ്. അപ്പം ഇതൊക്കെയാണ് മോളിക്കുലാർ എവിഡൻസസ്. അപ്പം ഓൾമോസ്റ്റ് എല്ലാ ഓർഗാനിസത്തിലും ഇതൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒരു ഇവോൾവ് ഫ്രം എ കോമൺ ആൻസെസ്റ്റർ എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഇതാണ് മോളിക്കുലാർ എവിഡൻസ് ഓഫ് എവല്യൂഷൻ. നെക്സ്റ്റ് മെക്കാനിസം ഓഫ് എവല്യൂഷൻ ആണ്. മെക്കാനിസം ഓഫ് എവല്യൂഷൻ. ഡാർവിൻസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ആണ് മെയിൻ മെക്കാനിസം ഓഫ് എവല്യൂഷൻ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു തിയറി. ഡാർവിൻസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഡാർവിൻസ് തിയറി ഒക്കെ മുന്നേ പഠിച്ചിട്ടുള്ളതല്ലേ? അതെ, പക്ഷെ ഓർമ്മയില്ല. ഓക്കെ. അപ്പം എവല്യൂഷൻ മെക്കാനിസം ഡിസ്ക്രൈബ് ചെയ്യാൻ കുറെ തിയറീസ് ഉണ്ട്. കുറെ ലാമാക്സ് തിയറി ഉണ്ട്, ഡെവ്രീസ് തിയറി ഓഫ് മ്യൂട്ടേഷൻ, അങ്ങനെ കുറെ തിയറീസ് ഉണ്ട്. പക്ഷെ കുറച്ചും കൂടെ വൈഡ്ലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു തിയറിയാണ് ഡാർവിൻസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഈ ഡാർവിൻസ് തിയറിനെ ഒന്നും കൂടി മോഡിഫൈ ചെയ്ത ഒരു തിയറിയാണ് നിയോ ഡാർവിൻസം ഓർ മോഡേൺ സിന്തറ്റിക് തിയറി. ഇത് രണ്ടുമാണ് മെക്കാനിസം ഓഫ് എവല്യൂഷനിൽ മെയിൻലി പറയുന്നത്. ഈ രണ്ട് തിയറീസും ഡാർവിൻസ് തിയറി തന്നെയാണ് നിയോ ഡാർവിൻസവും, അതിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ് നിയോ ഡാർവിൻസം. ഡാർവിൻസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ അതിൽ പറയുന്നത് ചാൾസ് ഡാർവിൻ എക്സ്പ്ലെയിൻ ദ മെക്കാനിസം ഓഫ് എവല്യൂഷൻ ത്രൂ ഹിസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. നാച്ചുറൽ സെലക്ഷൻ എന്നുള്ള തിയറിയിലൂടെ മെക്കാനിസം ഓഫ് എവല്യൂഷൻ ചാൾസ് ഡാർവിൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. He is known as the father of evolution because of this contribution. He is known as the father of evolution. And he suggested that all kind of organisms are related through ancestry. എല്ലാ ഓർഗാനിസവും ആൻസസ്ട്രിയിലൂടെ റിലേറ്റഡ് ആണ്, ഒന്നൊന്നിനോട് റിലേറ്റഡ് ആണ്. ആൻഡ് he suggested a mechanism for evolution. സജസ്റ്റ് ചെയ്ത മെക്കാനിസം ആണ് നാച്ചുറൽ സെലക്ഷൻ. അക്കോർഡിംഗ് ടു ഡാർവിൻ ഓർഗാനിസം പ്രൊഡ്യൂസ്, ഡാർവിൻ പറയുന്നത് നാച്ചുറൽ സെലക്ഷനിലൂടെ ഡാർവിൻ പറയുന്നത് എന്താന്ന് വെച്ചാല് ഈ ഓർഗാനിസം കുറെ ഓഫ്സ്പ്രിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറെ കുട്ടികളെ പ്രൊഡ്യൂസ് ചെയ്യും ഓർഗാനിസം. ബിക്കോസ് എൻവയോൺമെന്റൽ റിസോഴ്സസ് ലിമിറ്റഡ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു സ്ട്രഗിൾ ഫോർ എക്സിസ്റ്റൻസ് ഉണ്ടാവും, നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം ഉണ്ടാവും. എൻവയോൺമെന്റ് റിസോഴ്സസ് കുറവായതുകൊണ്ട് തന്നെ. അപ്പം ഇവര് തമ്മിലൊരു കോമ്പറ്റീഷൻ വരും. കോമ്പറ്റീഷൻ വരുമ്പോൾ എന്ത് സംഭവിക്കും? കുറെ പേർക്ക് അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരും, വേരിയേഷൻസ് വരും. അങ്ങനെ മാറ്റങ്ങൾ വന്നവർക്ക് അവിടെ നിലനിൽക്കും. ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ള മാറ്റങ്ങൾ വരും. ആ ഇതിനോട് പൊരുത്തപ്പെടാൻ കഴിയാത്ത മാറ്റങ്ങൾ വരുന്നവർ എന്ത് ചെയ്യും? അവർക്ക് എലിമിനേഷൻ സംഭവിക്കും. അവർ അവിടുന്ന് എലിമിനേറ്റ് ചെയ്തു പോകും. അതായത് അവർ അവിടുന്ന് നശിച്ചു പോകും. അപ്പൊ അങ്ങനെ നേച്ചർ തന്നെ അവരെ സെലക്ട് ചെയ്യാണ്. അതാണ് നാച്ചുറൽ സെലക്ഷൻ. അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളതും ഡിസഡ്വാൻറ്റേജസ് ആയിട്ടുള്ള മാറ്റങ്ങളും വരും. അതിൽ അഡ്വാൻറ്റേജസ് മാറ്റങ്ങൾ വന്നവർക്ക് അവിടെ നിലനിൽക്കാൻ പറ്റും, അല്ലാത്തവരെന്താവും? നശിച്ചു പോകും. അപ്പം അങ്ങനെ നമ്മുടെ നേച്ചർ തന്നെ ഒരു സെലക്ഷൻ കൊടുക്കുകയാണ്. അതാണ് നാച്ചുറൽ സെലക്ഷൻ ബൈ ഡാർവിൻ. അക്കോർഡിംഗ് ടു ഡാർവിൻ, when the environment changes, ആ ഒരു എൻവയോൺമെന്റിൽ മാറ്റങ്ങൾ വരുമ്പോൾ ന്യൂ അഡാപ്റ്റേഷൻസ് ഗെറ്റ് സെലക്ടഡ്, പുതിയ അഡാപ്റ്റേഷൻസ് സെലക്ട് ആവപ്പെടും. ആൻഡ് മെനി ജനറേഷൻ സഫീഷ്യന്റ് ക്യാരക്ടറീസ് വിൽ ഹാവ് ബീൻ ചേഞ്ച്ഡ്. ഓരോ ജനറേഷനിലും ഈ ക്യാരക്ടേഴ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ ഓരോ ന്യൂ സ്പീഷീസ് ഫോം ചെയ്യും. അപ്പം അങ്ങനെ കോമ്പറ്റീഷൻ ഉണ്ടാകുമ്പോൾ ഒരു എൻവയോൺമെന്റിൽ കുറെ പേരുണ്ടാകുമ്പം അവിടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടം നടക്കും. ഇപ്പം നല്ല മാറ്റങ്ങൾ, അതിന് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്ന മാറ്റങ്ങൾ വരുമ്പോൾ അവരവിടെ നിലനിൽക്കും. ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? എലിമിനേറ്റ് ചെയ്ത് പോകും. അങ്ങനെ ഈ ബാക്കി വന്നവരിൽ നിന്നും പിന്നെയും കുറെ മെല്ലെ മെല്ലെ അവർക്കും ഓരോ മാറ്റങ്ങൾ വരും. ഓരോ ജനറേഷനിലും ഓരോ മാറ്റങ്ങൾ വരും. ടു ആൾട്ടർ ദ സ്പീഷീസ് ഇൻ ടു എ ന്യൂ വൺ, പുതിയതാവാൻ വേണ്ടിയിട്ട്
ഓരോരോ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. അങ്ങനെ ചിലപ്പോൾ അതിൽ നിന്നും ഒരു പുതിയ സ്പീഷീസ്, പഴയ സ്പീഷീസിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പുതിയ സ്പീഷീസ് ഫോം ചെയ്യും. അതാണ് ഒറിജിൻ ഓഫ് സ്പീഷീസ്. ഡാർവിൻ ഈ വേരിയേഷൻസിനെ, നാച്ചുറൽ സെലക്ഷൻസിനെ കുറിച്ചൊക്കെയാണ് ഈ തിയറിയിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പക്ഷെ ഡാർവിൻ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ട്. ഇതിന്റെ ജനറ്റിക് ബേസിസിൽ ഈ തിയറിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല. ഇത് ഇപ്പം അതിന്റെ ഒരു മോഡിഫൈഡ് ഫോം ആണ് നിയോ ഡാർവിനിസം. ജനറ്റിക് ബേസിസിലും കൂടെ ഈ തിയറിനെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഡാർവിൻ ജനറ്റിക്കൽ മാറ്റത്തിനെ കുറിച്ചൊന്നും ഈ നാച്ചുറൽ സെലക്ഷനിൽ പറയണില്ല. അപ്പം നിയോ ഡാർവിനിസം അല്ലെങ്കിൽ മോഡേൺ സിന്തറ്റിക് തിയറി എന്ന് പറയുമ്പോൾ വിത്ത് പ്രോഗ്രസ് ഇൻ ജനറ്റിക്സ് ദ സോഴ്സസ് ഓഫ് വേരിയേഷൻസ് were discovered and Darwin's original theory of natural selection മോഡിഫൈഡ് ആണ്. അപ്പം കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് ജനറ്റിക്കൽ ചേഞ്ചസും കൂടെ പറഞ്ഞിരുന്നെങ്കിൽ ഡാർവിൻസ് തിയറി കംപ്ലീറ്റ് ആയിരുന്നേനെ. പക്ഷെ ജനറ്റിക്കൽ മാറ്റങ്ങളൊന്നും അതിനെക്കുറിച്ചൊന്നും ഡാർവിൻ ഡിസ്കസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ വേറെ അതിനെ ഒന്നും കൂടെ മോഡിഫൈ ചെയ്തിട്ട് വന്ന തിയറിയാണ് നിയോ ഡാർവിനിസം അല്ലെങ്കിൽ മോഡേൺ സിന്തറ്റിക് തിയറി. ഇപ്പം ജനറ്റിക്കൽ ചേഞ്ചും കൂടെ വരും. ഒരു സ്പീഷീസ് ഇവോൾവ് ചെയ്ത് വരണമെങ്കിൽ അതിന് ജനറ്റിക്കലി മാറ്റം കൂടെ വരും. ഹെറിറ്റബിൾ ജനറ്റിക്കൽ ചേഞ്ചസ്, അതിന് ഒരു ജനറേഷനിൽ നിന്ന് പാസ് ചെയ്ത് പോകുന്ന മാറ്റങ്ങൾ വന്നിട്ടാണ് ഒരു സ്പീഷീസ് ഫോം, കുറെ സ്പീഷീസ് അങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. അതാണ് മോഡേൺ സിന്തറ്റിക് തിയറി. നെക്സ്റ്റ്, എലമെന്റൽ ഫോഴ്സസ് ഓഫ് ഓർഗാനിക് എവല്യൂഷൻ. ഈ ഓർഗാനിക് എവല്യൂഷന്റെ മെയിൻ എലമെന്റ്സ് ആണ് വേരിയേഷൻ, ഇപ്പൊ പറഞ്ഞ നാച്ചുറൽ സെലക്ഷൻ ആൻഡ് റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ. അങ്ങനെ 3 എലമെന്റ്സ് ആണുള്ളത് ഓർഗാനിക് എവല്യൂഷന്. അതിൽ ഫസ്റ്റ് വേരിയേഷൻ. വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജനറ്റിക് വേരിയേഷനെ കുറിച്ചാണ് പറയുന്നത്. ജനറ്റിക് ആയിട്ടുള്ള മാറ്റങ്ങൾ വരും. അങ്ങനെ ജനറ്റിക് മാറ്റങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യും, ഓരോ ജീൻ ആക്ടിവിറ്റിയിലും മാറ്റങ്ങൾ വരും. അങ്ങനെ ജീൻ ആക്ടിവിറ്റിയിൽ മാറ്റം വരുമ്പോൾ അത് ആ ഒരു സ്പീഷീസിന്റെ ക്യാരക്ടേഴ്സിലും അതിന്റെ ട്രേറ്റ്സിലൊക്കെ മാറ്റങ്ങൾ വരൂലേ. ഒരു ഓർഗാനിസത്തിന്റെ ട്രേറ്റ്സിലും അതിന്റെ ക്യാരക്ടേഴ്സിലൊക്കെ മാറ്റം വരും. അപ്പം അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള, അതിന് നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ട്രേറ്റ്സ് കിട്ടിയതാണെങ്കിൽ അത് നെക്സ്റ്റ് ജനറേഷൻക്ക് പാസ് ചെയ്യും. അവിടെ ന്യൂ സ്പീഷീസ് ഫോം ചെയ്യും. അതാണ് വേരിയേഷൻ. നാച്ചുറൽ സെലക്ഷൻ നമ്മളിപ്പോ പറഞ്ഞു തന്നെയാണ്. നാച്ചുറൽ സെലക്ട് ചെയ്യുക, അഡ്വാൻറ്റേജസ് ആയിട്ടുള്ള മാറ്റങ്ങൾ വന്നവര് നിലനിൽക്കും, അല്ലാത്തവർ നശിച്ചു പോകും. അതൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ DDT റെസിസ്റ്റന്റ് മോസ്കിറ്റോസ്. ഈ കുറെ മുന്നേ ഒക്കെ മോസ്കിറ്റോ പോപ്പുലേഷനെ കൺട്രോളിൽ വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുന്നേ ഒക്കെ അറൗണ്ട് ഒരു 50 years ബാക്ക് ഒക്കെ മോസ്കിറ്റോ പോപ്പുലേഷനെ കൺട്രോളിൽ വെക്കാൻ വേണ്ടിയിട്ട് DDT യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു കെമിക്കലാണ്. Therefore it was found that mosquitoes could not be killed with DDT. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായി, ഈ DDT യൂസ് ചെയ്തിട്ട് മോസ്കിറ്റോ നശിച്ചു പോണില്ല. അപ്പം അതെന്തുകൊണ്ടാണ്? ഈ കുറെ യൂസ് ചെയ്ത് മോസ്കിറ്റോസിന് എന്ത് വന്നു, അതിനൊരു റെസിസ്റ്റൻസ് വന്നു. ഈ DDTയോട് റെസിസ്റ്റൻസ് വന്നു. അതിന്റെ റെസിസ്റ്റൻസ് വരാത്തവര് നശിച്ചു പോയി. റെസിസ്റ്റൻസ് വന്നവരെന്തായി, അവര് നിലനിന്നു. പിന്നെ DDT അടിച്ചാലും അവർക്കൊന്നും സംഭവിക്കണില്ല. അവരുടെ ജീനിലെ മ്യൂട്ടേഷൻസ് വന്നു. ജീൻ മ്യൂട്ടേഷൻ എന്നാണ് അതിന് പറയാ. അവരുടെ ജീനിൽ ചേഞ്ചസ് വന്നു. അതാണ് ജീൻ മ്യൂട്ടേഷൻ. അപ്പം ഇങ്ങനെ ആൾട്രേഷൻ വന്നു, ജീൻ മ്യൂട്ടേഷൻ വന്നു. അപ്പൊ അത് DDT റെസിസ്റ്റൻസ് വന്നതുകൊണ്ട് തന്നെ DDT റെസിസ്റ്റൻസ് മോസ്കിറ്റോസ് ആയി മാറി. അപ്പം നാച്ചർ തന്നെ സെലക്ട് ചെയ്തു അവരെ. അപ്പം DDT റെസിസ്റ്റന്റ് മോസ്കിറ്റോസ് എന്തായി, അവിടെ നിലനിന്നു. ആ റെസിസ്റ്റൻസ് കിട്ടാത്തവരെന്തായി, നശിച്ചു പോയി. അതാണ് ഒരു എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ സെലക്ഷൻ. പിന്നെ വേറെ കുറെ എക്സാമ്പിൾസ് ഒക്കെ നിങ്ങൾ ടെക്സ്റ്റിൽ പറയുന്നുണ്ട്. ടെക്സ്റ്റ് ഒക്കെ നിങ്ങളെ കയ്യിൽ കിട്ടിയതാണോ? അതെ, കിട്ടി. ഓക്കെ. അതാണ് നാച്ചുറൽ സെലക്ഷൻ. നെക്സ്റ്റ്, റീപ്രൊഡക്റ്റീവ്. ഈ ചാപ്റ്റർ എക്സാമിന് വരുമോ? ഇല്ല, ഈ ചാപ്റ്റർ എക്സാമിന് ഉണ്ടാവില്ല. അത് ജസ്റ്റ് ഒന്ന് എടുത്തു പോവാൻ ഇൻട്രൊഡക്ഷൻ ആയിട്ട് സാർ എടുക്കാൻ പറഞ്ഞുകൊണ്ട് അങ്ങനെ വെറുതെ ഒന്ന് എടുക്കുക, അത്രേ ഉള്ളൂ. എക്സാമിന് ഉണ്ടാവില്ല കേട്ടോ. നെക്സ്റ്റ്, റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ. റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ന്യൂ സ്പീഷീസ് ഫോം ചെയ്യുക ഫ്രം ദി പാരന്റൽ സ്പീഷീസ്. പാരന്റൽ സ്പീഷീസിൽ നിന്നും അതിന്റെ പാരന്റ്സിൽ നിന്നും പുതിയ ഒരു സ്പീഷീസ് ഫോം ചെയ്യുക ഡ്യൂ ടു ദ ഇഫക്ട് ഓഫ് വേരിയേഷൻ.
ഇപ്പൊ പറഞ്ഞില്ലേ വേരിയേഷൻ, അതിന്റെ മാറ്റങ്ങൾ കാരണം അല്ലെങ്കിൽ നാച്ചുറൽ സെലക്ഷൻ കാരണം ഒരു പാരന്റൽ സ്പീഷീസിൽ നിന്നും പുതിയ ഒരു സ്പീഷീസ് ഫോം ചെയ്യാം. എന്തുകൊണ്ടാണത്? ത്രൂ റീപ്രൊഡക്റ്റീവ് ബാരിയേഴ്സ്. അതിന് കുറെ റെസ്ട്രിക്ഷൻസ് വന്നിട്ട്, റീപ്രൊഡക്റ്റീവ് ബാരിയേഴ്സ് വന്നിട്ട്, തടസ്സങ്ങൾ, ബാരിയേഴ്സ് മീൻസ് തടസ്സങ്ങൾ, റീപ്രൊഡക്റ്റീവ് ബാരിയേഴ്സ് വന്നിട്ട് അതിന്റെ പാരന്റൽ സ്പീഷീസ് എങ്ങനെയായിരുന്നോ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പുതിയ സ്പീഷീസ് ഫോം ചെയ്യുക. അതാണ് റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ. അങ്ങനെ ഫോം ചെയ്യാൻ കാരണം ഈ റീപ്രൊഡക്റ്റീവ് ബാരിയേഴ്സ് വന്നിട്ടാണ്. ബിക്കോസ് റീപ്രൊഡക്റ്റീവ് ബാരിയേഴ്സ് വരുമ്പോൾ, അങ്ങനത്തെ ഒരു തടസ്സങ്ങൾ വരുമ്പോൾ സ്പീഷീസിന് അവരെ ജീൻസ് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയില്ല. സ്പീഷീസ് ജീൻസ് എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. അപ്പം ജീൻസ് എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ, റീപ്രൊഡക്റ്റീവ് ബാരിയേഴ്സ് വരുമ്പോൾ അവിടെ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ നടക്കും. അപ്പൊ പാരന്റൽ സ്പീഷീസിൽ നിന്നും ഡിഫറെന്റ് ആയിട്ട് പുതിയ സ്പീഷീസ് ഫോം ചെയ്യും. Thus, two related species cannot mate with each other and remain distinct. അപ്പം റിലേറ്റഡ് ആയിട്ടുള്ള സ്പീഷീസിന് എന്ത് ചെയ്യാൻ കഴിയില്ല? മേറ്റ് ചെയ്യാൻ കഴിയില്ല വിത്ത് ഈച്ച് അതർ, ആൻഡ് അത് ഒറ്റപ്പെട്ടു പോകും, റിമെയിൻ ഡിസ്റ്റിങ്ക്ട്. അങ്ങനെയാണ് റീപ്രൊഡക്റ്റീവ് ഐസൊലേഷനിലൂടെ, ത്രൂ റീപ്രൊഡക്റ്റീവ് ഐസൊലേഷൻ പുതിയ സ്പീഷീസ് ഫോം ചെയ്യുന്നത്. ഐസൊലേഷൻ കുറെ ഐസൊലേഷൻസ് ഉണ്ട്. എക്കോളജിക്കൽ ഐസൊലേഷൻസ് ഉണ്ട്, അതായത് സ്പീഷീസ് ആണ് ഏബിൾ ടു മേറ്റ് ആസ് ദ ലിവിങ് ജോഗ്രഫിക്കലി ഡിഫറെന്റ് ഏരിയാസിലാകാം. രണ്ട് ഏരിയാസിൽ ജീവിക്കുന്നതുകൊണ്ട് അവർക്ക് മേറ്റിംഗ് നടക്കൂല. അങ്ങനെ ഐസൊലേഷൻ സംഭവിക്കാം. അല്ലെങ്കിൽ സീസണൽ ഐസൊലേഷൻ സംഭവിക്കാം. ഈ മേറ്റിംഗ് പ്രിവെന്റഡ് ബിക്കോസ് റീപ്രൊഡക്റ്റീവ് ഓർഗാൻസിന്റെ മെച്യൂരിറ്റി എത്തുന്നത് രണ്ട് സമയത്ത്, ആനിമൽസിന്റേത് 2 സമയത്താവും. അപ്പൊ അങ്ങനെ മേറ്റിംഗ് നടക്കാത്തതുകൊണ്ടും വേറെ സ്പീഷീസ് ഫോം ചെയ്യാം. അങ്ങനെ ഫിസിയോളജിക്കലി ഐസൊലേഷൻ വരാം. അങ്ങനെ കുറെ ഐസൊലേഷൻസ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. നെക്സ്റ്റ് സ്പീസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവല്യൂഷൻ ഓഫ് ന്യൂ സ്പീഷീസ് ആണ്. പുതിയ സ്പീഷീസ് ഫോം ചെയ്യുക, അതാണ് സ്പീസിയേഷൻ എന്ന് പറയുന്നത്. സ്പീസിയേഷൻ ഈസ് ദ എവല്യൂഷൻ ഓഫ് ന്യൂ സ്പീഷീസ്. പുതിയ സ്പീഷീസ് ഫോം ചെയ്യുക, അതാണ് സ്പീസിയേഷൻ. അലോപാട്രിക് സ്പീസിയേഷൻ, ഇറ്റ് ഈസ് ഓഫ് 2 ടൈപ്സ്. അലോപാട്രിക്കും ഉണ്ട്, സിംബാട്രിക്കും ഉണ്ട്. 2 ടൈപ്പാണ് സ്പീസിയേഷൻ ഉള്ളത്, അലോപാട്രിക്കും സിംബാട്രിക്കും. Allopatric speciation takes place when a part of the population becomes geographically separated from the parental population. പാരന്റൽ പോപ്പുലേഷനിൽ നിന്നും ഈ പിക്ചറിൽ കാണാം. ഈ പിക്ചറിലും കുറെ പ്ലാന്റ്സിനെ കാണാം. ഈ പിക്ചറിൽ അലോപാട്രിക് സ്പീസിയേഷൻ ആണ്. ഈ പിക്ചറിൽ പറയുന്നത് സിംബാട്രിക് സ്പീസിയേഷൻ ആണ്. അപ്പം ഇവിടെ എന്ത് ചെയ്തു? ഇതിന്റെ ഇടയിൽ ഒരു ബാരിയർ വന്നു, ഒരു മൗണ്ടെയിൻ ഫോം ചെയ്തു. ആ മൗണ്ടെയിൻ ഒരു ബാരിയർ ആണ്. അപ്പം ഇവർക്ക് തമ്മിൽ ജീൻ എക്സ്ചേഞ്ച് ചെയ്യാൻ കഴിയാത്തതുകൊണ്ട് തന്നെ അവിടെ 2 ഡിഫറെന്റ് ആയിട്ടുള്ള സ്പീഷീസ് ഫോം ചെയ്തു. ഇതിന്റെ ഇടയിൽ ഒരു ബാരിയർ ഫോം ചെയ്തുകൊണ്ട് തന്നെ അവിടെ 2 ഡിഫറെന്റ് സ്പീഷീസ് ആണ് ഫോം ചെയ്തത്. അതാണ് അലോപാട്രിക് സ്പീസിയേഷൻ. അതായത് it takes place when a part of the population becomes geographically separated. ഒരു പോപ്പുലേഷനിൽ എന്തെങ്കിലും ഒരു ജോഗ്രഫിക്കൽ സെപ്പറേഷൻ വരിക. ജോഗ്രഫിക്കൽ സെപ്പറേഷനിൽ ഇതിൽ കാണിക്കുന്നത് മൗണ്ടെയിൻ ആണ്. ഇറ്റ് മേ ബി റിവേഴ്സ് ആകാം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവാം. അങ്ങനെ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ വരിക. അപ്പോൾ രണ്ടും 2 ഭാഗത്തായി. അപ്പം ഇവർക്ക് രണ്ടിനും 2 മാറ്റങ്ങളാണ് വരിക. ആ അറ്റ്മോസ്ഫിയറിനോട് അഡാപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 2നും കുറെ വേരിയേഷൻസ് വരും. അങ്ങനെ 2 ടൈപ്പായി. അതാണ് അവിടെ ഒരു വേറെ ഡിഫറെന്റ് സ്പീഷീസ് ഫോം ചെയ്യാണ്. അങ്ങനെ ഫോം ചെയ്യുന്നതാണ് അലോപാട്രിക് സ്പീസിയേഷൻ. അപ്പം it takes place when a part of the population becomes geographically separated from the parental species. ഇതാണ് പാരന്റൽ സ്പീഷീസ്. ഈ പാരന്റൽ സ്പീഷീസിൽ നിന്നും ജോഗ്രഫിക്കൽ സെപ്പറേഷൻ വന്നിട്ട് 2 ഡിഫറെന്റ് സ്പീഷീസ് ഫോം ചെയ്യുന്നതാണ് അലോപാട്രിക് സ്പീസിയേഷൻ. നെക്സ്റ്റ് സിംബാട്രിക് സ്പീസിയേഷൻ. ഇതിൽ ജനറ്റിക് ബാരിയേഴ്സ് ഇതിൽ കാണുന്ന പോലെ അങ്ങനെ ജോഗ്രഫിക്കൽ ബാരിയേഴ്സ് ഒന്നും കാണാൻ പറ്റുന്നില്ല. പക്ഷെ സ്പീസിയേഷൻ നടന്നിട്ടുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ജനറ്റിക് ബാരിയേഴ്സ് വരാണ്. ഇറ്റ് പ്രിവെന്റ്സ് റീപ്രൊഡക്ഷൻ ബിറ്റ്വീൻ എ സെക്ഷൻ ഓഫ് പോപ്പുലേഷൻ ഓഫ് സ്പീഷീസ്. അതായത് ജനറ്റിക്കലി കുറച്ച് മാറ്റങ്ങൾ വന്നിട്ട് ഒരു ഡിഫറെന്റ് പോപ്പുലേഷൻ സ്പീഷീസ് അവിടെ ഫോം ചെയ്യുകയാണ്. ജനറ്റിക്കൽ മാറ്റങ്ങളാണ് ഇത്. ജോഗ്രഫിക്കലി ഉള്ള മാറ്റങ്ങളാണ് ഇതിൽ നടക്കുന്നത്. ജനറ്റിക്കലി മാറ്റങ്ങൾ വരികയാണ്. അങ്ങനെ 2 ഡിഫറെന്റ്
സ്പീഷീസ് അവിടെ ഫോം ചെയ്യാണ്. അതാണ് സിംബാട്രിക് സ്പീസിയേഷൻ. ഈ സിംബാട്രിക് സ്പീസിയേഷൻ മെയിൻലി പ്ലാന്റ്സിലൊക്കെയാണ് കാണുന്നത് കേട്ടോ. അപ്പം ജനറ്റിക്കലി ചേഞ്ചസ് വരെ, ജനറ്റിക് മ്യൂട്ടേഷൻ, ജനറ്റിക് ചേഞ്ചസ് വരെ, അതാണ് ജനറ്റിക് മ്യൂട്ടേഷൻ. ജനറ്റിക് മ്യൂട്ടേഷൻ വന്നിട്ട് ഓരോ ചേഞ്ചസ് വരുന്നതാണ് സിംബാട്രിക് സ്പീസിയേഷൻ. ഓക്കെ, മനസ്സിലായില്ലേ? മനസ്സിലായി. ഈ സ്പീസിയേഷന്റെ രണ്ട് മോഡൽസ് ആണ് പറയുന്നത്. ഫൈലറ്റിക് ഗ്രാജുവലിസം മോഡൽ ആൻഡ് പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം. ഇങ്ങനെ രണ്ട് മോഡൽസ് ഉണ്ട്, ഫൈലറ്റിക് ഗ്രാജുവലിസം മോഡൽ ആൻഡ് പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം. ഇത് സ്പീസിയേഷൻ എങ്ങനെയാണ് സ്പീഷീസ് ഫോം ചെയ്തതെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രണ്ട് മോഡൽസ് ആണിത്. ഇത് ഫസ്റ്റ് വണ് ഫൈലറ്റിക് ഗ്രാജുവലിസം മോഡൽ. ഇതില് ഫൈലറ്റിക് ഗ്രാജുവലിസം മോഡലില് പറയുന്നത് ടു സ്പീഷീസ് ഫ്രം കോമൺ ആൻസെസ്റ്റർ gradually become more and more structurally different, acquiring adaptation unique to each other. അതായത് രണ്ട് സ്പീഷീസ്, രണ്ട് സ്പീഷീസ്, ഇത് രണ്ട് സ്പീഷീസ് ആണ്. ഈ രണ്ട് സ്പീഷീസ് ഇവോൾവ് ചെയ്തിരിക്കുന്നത് ഒരു കോമൺ ആയിട്ടുള്ള ഒരു ആൻസെസ്റ്റർ എന്നാണ്. രണ്ടിനും ഒരു കോമൺ ആൻസെസ്റ്റർ അല്ലേ കാണുന്നത്. അപ്പോൾ ടു സ്പീഷീസ് ഫോം ഫ്രം എ കോമൺ ആയിട്ടുള്ള ഒരു ആൻസെസ്റ്റർ എന്ന് ഫോം ചെയ്തു. അതും ഗ്രാജുവലി മെല്ലെയാണ് ഫോം ചെയ്തിട്ടുള്ളത്. ഓരോരോ ചേഞ്ചസ് വന്ന് ഒരു പുതിയ സ്പീഷീസ് ഫോം ചെയ്തിരിക്കുകയാണ്. ഒരു സ്പീഷീസിൽ നിന്നും രണ്ട് സ്പീഷീസ് ഫോം ചെയ്തിരിക്കുകയാണ് ഗ്രാജുവലി ഓരോ മാറ്റങ്ങൾ വന്നിട്ട്. ടു സ്പീഷീസ് ഫ്രം കോമൺ ആൻസെസ്റ്റർ ഗ്രാജുവലി ബിക്കം മോർ ആൻഡ് മോർ സ്ട്രക്ചറലി ഡിഫറെന്റ് ആയി. ഇത് രണ്ടും സ്ട്രക്ചറലി ഡിഫറെന്റ് ആയി അക്വയറിംഗ് അഡാപ്റ്റേഷൻ യൂണീക് ടു ഈച്ച് അതർ. രണ്ടിനും യുണീക്ക് ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് ഉണ്ടായി. രണ്ടും രണ്ട് ആംബിയൻസിലായിരിക്കും ജീവിക്കുന്നത്. അപ്പം രണ്ടിനും യുണീക്ക് ആയിട്ടുള്ള അഡാപ്റ്റേഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഒരു കോമൺ ആയിട്ടുള്ള ആൻസെസ്റ്ററിൽ നിന്നും മെല്ലെ ഗ്രാജുവലി രണ്ടെണ്ണം ഇവോൾവ് ചെയ്തു വന്നു. അതാണ് ഫൈലറ്റിക് ഗ്രാജുവലിസം മോഡൽ. ഗ്രാജുവലിസം എന്ന് പറഞ്ഞാൽ പതിയാണ്. നെക്സ്റ്റ് പറയുന്നത് പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം ആണ്. പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയത്തില് ഒരു പുതിയ സ്പീഷീസ് അറൈസ് ചെയ്തിരിക്കുന്നത് മേജർ ചേഞ്ചസ് ഇൻ ദ ബിഗിനിങ്ങില് മേജർ ചേഞ്ചസും ആൻഡ് ദെൻ റിമെയിൻ കോൺസ്റ്റന്റ്. ഫസ്റ്റില് നല്ല മേജർ ചേഞ്ചസ് ഉണ്ടാകും, പിന്നെ ഈ കോൺസ്റ്റന്റ് ആയിട്ട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകും. ഇടക്ക് പെട്ടെന്നാണ് ഇതിന് ചേഞ്ച് വരിക. അതാണ് പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കോൺസ്റ്റന്റ് ഫോർ ലോങ് കുറെ പീരീഡിൽ അതിങ്ങനെ വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ നിൽക്കും. ഇതിൽ ഗ്രാജുവലി ചേഞ്ചസ് ഒന്ന് കാണുന്നുണ്ട്. പക്ഷെ ഇതില് മെല്ലെയാണ് ചേഞ്ചസ് വരുന്നത്. മെല്ലെ അല്ല, പെട്ടെന്നാണ് ചേഞ്ചസ്. കുറെ കാലം അതിന് വലിയ ചേഞ്ചസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കും. പിന്നെ പെട്ടെന്ന് അതിൽ നിന്നും സ്പീഷീസിന് മാറ്റങ്ങൾ സംഭവിച്ചിട്ടാണ് ഇവല്യൂഷൻ സംഭവിക്കുന്നത്. ആൻഡ് ദിസ് ഈസ് ദ പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം. That is, a new species arises through major changes in the beginning and then remain constant for long periods before changing again. അതായത് കുറെ കാലം മാറ്റങ്ങളൊന്നും ഇല്ലാതെ നിൽക്കും, പിന്നെ പെട്ടെന്ന് ഓരോ മാറ്റങ്ങൾ വരും. അതാണ് പഞ്ച്വേറ്റഡ് ഇക്വിലിബ്രിയം. ഫൈലറ്റിക് ഗ്രാജുവലിസം മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗ്രാജുവലി ഒരു കോമൺ ആൻസെസ്റ്ററിൽ നിന്നും സ്പീഷീസ് ഇവോൾവ് ചെയ്തു വരാം. അതാണ് ഫൈലറ്റിക് ഗ്രാജുവലിസം മോഡൽ. അപ്പോ ഇന്നിപ്പോ സമയം കുറെ ആയില്ലേ? 1 മണിക്കൂറല്ലേ ക്ലാസ് ഉള്ളത്? അതെ. ഇന്ന് നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ മാം. പറഞ്ഞൊക്കെ മനസ്സിലായോ? മനസ്സിലായി. ഞാൻ എന്തെങ്കിലും പറയാം. ഈ ലാസ്റ്റ് എന്ത്? ലാസ്റ്റ് മനസ്സിലായില്ലേ? അതിനെന്തെങ്കിലും എക്സാമ്പിൾ എന്തെങ്കിലും ഉണ്ടോ? എക്സാമ്പിൾ ടെക്സ്റ്റിൽ എക്സാമ്പിൾസ് ഒന്നും കാണുന്നില്ല. ഇനി വേണമെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞുതരുന്നുണ്ട്. ടെക്സ്റ്റിൽ അങ്ങനെ എക്സാമ്പിൾസ് ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ. ഞാൻ നോക്കിയിട്ട് പറഞ്ഞുതരുന്നുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ നോക്കിയിട്ട് എക്സാമ്പിൾസ് എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് പറഞ്ഞുതരാം. ടെക്സ്റ്റിൽ അങ്ങനെ എക്സാമ്പിൾസ് ഒന്നും കൊടുത്തിട്ടില്ല. എന്താ പറഞ്ഞൊക്കെ ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്, മനസ്സിലായി. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ ക്ലാസ് എടുക്കണേല്?
വേണ്ട, കുഴപ്പമില്ല. ഇല്ല, കുറച്ച് കുറച്ച് സ്പീഡ് കുറച്ച്. സ്പീഡ് കൂടുതലാണോ? കുറച്ച്. ഞാന് മെല്ലെയാണെന്നാണ് ഞാൻ അടുത്ത ക്ലാസ്സിൽ ശ്രദ്ധിച്ചോളാം കേട്ടോ. മനസ്സിലാവണില്ലേ കാര്യങ്ങളൊക്കെ? കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ഞാനിപ്പോ കുറെ ആയിട്ട് ക്ലാസ് എടുത്തിട്ടൊന്നുമില്ല. ഒരു 2 വർഷമായിട്ട് ഫസ്റ്റ് ടൈം ആണ്. ഇപ്പൊ കുറെ ആയിട്ട് ഒരു ബ്രേക്ക് വന്നിട്ട് എടുത്താണ്. അപ്പം അതിന്റെ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്, കുഴപ്പമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ പറയാട്ടോ. അപ്പൊ ഇനി അടുത്ത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഇതുവരെ എടുത്തില്ല, ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? നോ മാം. അപ്പൊ എന്നാ അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ മാം. ബൈ.